കർത്താവേ ഇന്ന് പകൽ ആമേൻ തലമുടക്കി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഏൽപ്പിക്കുന്നു, ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു. അടിയനേക്കാൾ കൂടുതൽ പേർ അനുഗ്രഹിക്കപ്പെടട്ടെ, നന്മകളാൽ നിറയപ്പെടട്ടെ, ഉയർച്ചകൾ ഉണ്ടാകട്ടെ, പിശാചിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ, ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, സ്വസ്ഥരാകട്ടെ, പുതിയ വഴികൾ തുറക്കട്ടെ, പുതിയ നന്മകൾ ഉണ്ടാകട്ടെ, പുതിയ ഉറവിടങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരും അടയ്ക്കാതെ തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്ത നസറേയനായ യേശുവിന്റെ നാമത്തിൽ അടിമാലി സെക്ഷന് വേണ്ടി പുതിയ വഴികൾ തുറന്നു വരട്ടെ, ദൈവദാസന്മാർക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നു വരട്ടെ, ദൈവജനത്തിന് വേണ്ടി പുതിയ വഴികൾ തുറന്നു വരട്ടെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നു വരട്ടെ, ഷാരോ ടിവിക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ദാസന്മാർക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കേണ്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ 3 സഭകളെ വാങ്ങിച്ച് പ്രാർത്ഥിച്ചാണ്. മാങ്കുള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ സഭയ്ക്ക് വേണ്ട സഭ ഇരിക്കുന്നു. അവിടെ നിലയ്ക്ക് ഒരു ജയമുണ്ടാകേണ്ടതിന് ദൈവദാസന്മാരെല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദൈവജനത്തിന് വേണ്ടി എല്ലാവരും സ്വതന്ത്രത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഭാരത്തോടെ വന്നവർ ഇന്ന് പകൽ ആശ്വാസം പ്രാപിക്കട്ടെ, രോഗികളായി വന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, മനോദുഃഖത്തോടെ വന്നവർ ഇന്ന് പകൽ ആശ്വാസം പ്രാപിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പുതിയ വഴി അങ്ങ് തുറക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇടുക്ക് വാതിലുകളെ മാറ്റണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വിശാലതയുടെ മേഖല ഈ ജനത്തിന് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. തുടർന്ന് അതിന്റെ ദാസനെ ശക്തിയോടെ ഉപയോഗിക്കും. ഞങ്ങൾക്ക് വേണ്ടത് ഉയരത്തിൽ നിന്ന് നൽകി തന്ന് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾ കരം കോർത്ത് പിടിച്ചിരിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു എല്ലാവരും നിരുന്ന ദൈവസന്നിധിയിൽ ഞങ്ങളെ ജോണി പാസ്റ്ററിനെ ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദാസനെ ഞങ്ങൾ ആദരവോടെ ക്ഷണിക്കും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയേറിയ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടിമാലി സെക്ഷൻ്റെ ഈ കൂട്ടായ്മ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഈ സെക്ഷൻ്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ VS വിനോദ് അവർ, സെക്ഷൻ്റെ സെക്രട്ടറി, ഈ സഭയുടെ ശുശ്രൂഷകൻ കൂടിയായ പാസ്റ്റർ ബിനോയ് അവർ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേക നന്ദിയെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇത്ര മനോഹരമായി ഈ മീറ്റിംഗ് ഇവിടെ പ്രിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് വളരെ സ്നേഹവും ബന്ധവുമുള്ള ഒരു ബഹുമാന്യ ദൈവദാസനാണ് പാസ്റ്റർ വിനോദ് അവർ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തൻ്റെ കുടുംബത്തെയും വന്ദനം അറിയിക്കുന്നു. തൻ്റെ വാത്സല്യ പിതാവും മാതാവും അണക്കര ബദേൽ AG സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ടവരാണ്. കർത്താവിൻ്റെ വേലയോട്, സുവിശേഷീകരണത്തോട്, പരസ്യയോഗ പ്രവർത്തനങ്ങളോട് പ്രിയപ്പെട്ട പിതാവിനുള്ള ആ ഉത്സാഹം പലപ്പോഴും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. സഭായോഗം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ ക്ഷീണത്തോടെ ഇരിക്കുമ്പോൾ സമയത്ത് പ്രായമുള്ള സുമാരച്ചായനെ തൻ്റെ പ്രായത്തെ വകവയ്ക്കാതെ തെരുക്കോണുകളിൽ തൻ്റെ സാക്ഷ്യമായി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു 3-3:30 ആകുമ്പോൾ ഞാനും ചാരി എഴുന്നേറ്റ് തൻ്റെ കൂടെ പോകും. ദേവദാസനും കുടുംബവും ഞങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമാണ്. കർത്താവിന്റെ ദാസൻ വിനോദ് ഭാഷക്കായും ഡോക്ടർ ധന്യക്കായും ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുപോലെ ഈ സെക്ഷൻ്റെ മുൻ പ്രസ്ബിറ്ററും അണക്കര സഭയുടെ അംഗവുമായ പ്രിയ K. തോമസ് പാസ്റ്റർ, അദ്ദേഹം ഈ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററാണ്. കർത്താവിന്റെ ദാസനെ വന്ദനം അറിയിക്കുന്നു. പ്രയാസങ്ങളുണ്ടെന്ന് കേട്ടു, പക്ഷേ ദേവദാസൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ആ പെയിന് അത് ബെർപാങ് ആണ്. അതിനുശേഷം ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കും, ഒരു ഉണർവിൻ്റെ ശബ്ദം കേൾക്കും, ഹൃദയപ്രവൃത്തി ഉണ്ടാകും. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. എഡ്വിൻ പാസ്റ്റർ എൻ്റെ വളരെ അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളാണ്. എൻ്റെ ഗുണകാംക്ഷിയാണ്. പ്രിയപ്പെട്ട പാസ്റ്റർക്കായി ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ ദാസനെയും അനുഗ്രഹിക്കട്ടെ. ദീർഘവർഷങ്ങൾക്കപ്പുറത്ത് ഈ ദേശത്ത് കർത്താവിൻ്റെ വേല എത്ര 30 വർഷത്തിൽ പുറത്തായി, 34 വർഷം ഇടുക്കി സെക്ഷൻ എന്ന ഒറ്റ സെക്ഷനായി കിടന്നിരുന്ന ആ കാലഘട്ടം കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഇടുക്കിക്കാരനല്ലാത്തതുകൊണ്ടും എങ്കിലും പാസ്റ്റർ K. ജോയി അവർ ഇവിടുത്തെ ആദ്യത്തെ സെക്ഷൻ പ്രസ്ബിറ്ററായി വരുന്ന ഒരു കാലഘട്ടം അണക്കരയിൽ വന്ന ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആകെ ഒരു സെക്ഷൻ, അന്ന് ആകെയുള്ള
2 സഭകൾ, ഒന്ന് അണക്കരയും മറ്റൊന്ന് മന്തിപ്പാറയുമായിരുന്നു. ആ കാലഘട്ടം മുതൽ അണക്കര സഭ ഈ ഇടുക്കി ജില്ലയിലെ വേലകൾക്ക് എല്ലാ കാലത്തും കൈത്താങ്കളായിരുന്നു. അടുത്തിടയ്ക്ക് ഞങ്ങൾ വീണ്ടും സഭയായി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. പുറത്തേക്കൊന്നും സഹായം കൊടുക്കുന്നതിന് പകരം ഇടുക്കി ജില്ലയിലെ പ്രവർത്തനങ്ങളെ കൈത്താങ്ങുവാൻ അണക്കര സഭ ബാധ്യസ്ഥരാണ്. പണ്ട് കാലത്ത് ചെയ്തിരുന്നു, ഇപ്പോൾ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അണക്കര സഭയുടെ കൈത്താങ്ങലും പിന്തുണയും എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. എന്ന് വെച്ച് എല്ലാ മാസവും വന്നാൽ നടക്കത്തില്ല. അവരും കൃഷിക്കാരും പാവങ്ങളുമാണ്. പക്ഷെ ഒരു 3-4 തവണ ഈ ജില്ലയിലെ വേലകളെ സഹായിപ്പാൻ കൈത്താങ്ങുവാൻ ഞങ്ങളുടെ സഭ ബാധ്യസ്ഥരാണ്. പ്രാർത്ഥനയിലും നിങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. ദീർഘനാളുകൾക്ക് ശേഷമാണ് പ്രിയ ഷൗ പാസ്റ്ററെ ഇവിടെ വെച്ച് കാണുന്നത്. തൻ്റെ കുടുംബവും തന്നെയും ദൈവത്തിന് സ്തോത്രം കരുതുന്നു. ഒരുമിച്ച് 10-13 വർഷം ഞങ്ങൾക്ക് ഒരേ സെക്ഷനിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. റജി പാസ്റ്റർ ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ സഭയിൽ 1-ലധികം തവണ ശുശ്രൂഷയ്ക്ക് പോകുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. സന്തോഷ് പാസ്റ്റർ അദ്ദേഹം ഏറത്ത് നിന്ന് ഇന്ന് ഇവിടെ കടന്നു വന്നല്ലോ. തൻ്റെ സഭയുടെ അംഗം കൂടിയായിരിക്കുന്ന പാറത്തോട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ മനോജിനായി ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇവിടേക്ക് വന്നതിൽ ഒത്തിരി സന്തോഷം. ഇത് വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഷാവ് പാസ്റ്റർ കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കും, കയറി വരാൻ എളുപ്പമാണ്, കയറി പോകണം. തോന്നി മനസ്സിലാകുന്ന എനിക്ക് പാടാം, അണക്കരക്കാർക്ക് പാടാം. അന്നേരം പിന്നെ ആരച്ചാല കാര്യം പറയണം. എളുപ്പമാണ് കയറി വരാൻ, ഇറങ്ങിപ്പോകാൻ. പക്ഷെ ഇവിടെ നിൽക്കുന്നത്, ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിൽക്കുന്നതാണ്. ദൈവപ്രവർത്തിക്കാരൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് സ്നേഹമാണോ ബന്ധമാണോ അടുപ്പമാണോ എൻ്റെ ഒരു സഹോദര തുല്യം ഞാൻ കരുതുന്ന ഒരു ബഹുമാന്യ സ്നേഹിതനാണ് പാസ്റ്റർ തോമസ്. ഇവിടെ ഉള്ളവരിൽ വെച്ച് ഏറ്റവും ദീർഘബന്ധം എനിക്കുള്ളത്, വ്യക്തിബന്ധമുള്ളതും പ്രിയ തോമസ് പാസ്റ്റർ ആയിട്ടാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും മാങ്കുളത്ത് 10-20 വർഷത്തെ പുറത്തായിട്ട് 18 വർഷം 2007 മറ്റോ വന്നാണ് എൻ്റെ ചിന്ത. ഇത്രയും ദീർഘവർഷങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നതിൽ ഇപ്പോൾ ആ സഭയ്ക്ക് വരുന്ന വ്യത്യാസത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് വിനിജോസ് പാസ്റ്റർക്കായി സ്തോത്രം. പരിഗണനയിലുണ്ട് പാസ്റ്റർ. കർത്താവ് വഴി തുറക്കും, കർത്താവ് അനുഗ്രഹിക്കും. പാസ്റ്റർ എന്നെ വന്ന് കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് അങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് അത് അങ്ങനെ പെല്ലിക്ക് കിടക്കുന്നത്. സഭ പാസ്റ്ററെ പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട്. ദൈവം വഴി തുറക്കും, മാനിക്കും, അനുഗ്രഹിക്കും. പ്രിയ ലാൽ ജോസഫ് പാസ്റ്ററെ പരിചയപ്പെട്ടിട്ടില്ല, അതുമായിട്ട് നിങ്ങൾ അടുത്ത് കാണുന്നു. പ്രിയ അനി പാസ്റ്ററെ കേട്ടിട്ടുണ്ട്, കണ്ടതിൽ ഒത്തിരി സന്തോഷം. എല്ലാവരുടെയും പേരുകൾ ഞാൻ പറഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ജോൺ പാസ്റ്റർ നല്ല സാക്ഷ്യം, ഒരു മോട്ടിവേറ്റഡ് ആയ, ചലഞ്ചിങ് ആയ, ഇൻസ്പയറിംഗ് ആയ സാക്ഷ്യമാണ്. ഒരു പ്രസംഗത്തെക്കാൾ അപ്പുറത്ത് തന്നെ ജീവിതവും സാക്ഷ്യവും നിങ്ങളുടെ മുമ്പാകെ ദേവദാസൻ വരച്ചു കാട്ടിയിട്ടുണ്ട്. അത് ഈ പ്രായമുള്ളവർക്ക് അതിനകത്ത് എന്തോ മോട്ടിവേഷൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി ദൂരമുണ്ട്. നിങ്ങളുടെ അകത്ത് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കട്ടെ, സ്വപ്നങ്ങൾ കാണട്ടെ, വിശ്വസിക്കുക, കടന്നു വിശ്വസിക്കുക, വിശ്വസ്തരായിരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ 3-ാമത്തെ വർഷമാണ് അണക്കരയിൽ. അണക്കര സഭ അനുഗ്രഹമായി പോകുന്നു. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ മലയിറങ്ങുകയാണ്, ട്രാൻസ്ഫറാണ്. അതിനകം ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കപ്പെട്ടതിൽ ഏറെ സന്തോഷം. വിനോദ് വാജ്പേയി ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. തൻ്റെ ദാസനെയും തൻ്റെ ദാസന്റെ ശുശ്രൂഷകളെയും ഈ സെക്ഷനിൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ നിങ്ങളോടുള്ള ദൈവിക ആലോചന, എന്ത് സംസാരിക്കണമെന്ന് ഇന്നലെയും ഇന്നുമായി ഇങ്ങനെ ആലോചിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് നൽകിയ ഒരു വേദഭാഗം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. എങ്കിലും 9-ാം വാക്യം മൊത്തത്തിൽ വായിക്കാം. എഫ്രൈമിന് തല ശമര്യ, ശമര്യയ്ക്ക് തല രമല്യാവിന്റെ മകൻ. അതവിടെ നിർത്തിയിട്ട് നിങ്ങൾ എല്ലാവരും വേദഭാഗം എടുത്തിട്ട് shall we read it together. ആ അടുത്ത ഒരു വാക്ക് ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. റെഡി? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. ഒരിക്കൽ കൂടി ചേർന്ന് പറയാമോ? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. ഞാൻ അതിനെ ഇന്നത്തെ വചനത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട് ബിലീവ് ആൻഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്, വിശ്വസിച്ച് സ്ഥിരതയുള്ളവരായി മാറുക എന്നതാണ്. അപ്പോൾ സ്ഥിരപ്പെടാത്തതിന്റെ ഒരു കാരണമായി
ഈ വേദഭാഗത്തിന്റെ തലക്കെട്ടിൽ കാണുന്ന സന്ദേശം, അതിനകത്ത് ദൂരിതാണ്. എവിടെയോ നമ്മുടെ അകത്ത് എന്ത് കിടപ്പുണ്ട്? അവിശ്വാസം കിടപ്പുണ്ട്. ശരിയാകുമോ? ഞാൻ പ്രവർത്തിച്ചാൽ വിജയിക്കുമോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് അത് നേടാൻ ഒക്കുമോ? നല്ല ഭാവി കിട്ടുമോ? ഈ തീരുമാനം ശരിയാകും? അകത്തിങ്ങനെ കാറ്റിനാൽ ഉലയുന്ന ഓട പോലെ അസ്ഥിരനായിരുന്നാൽ ഒരിക്കലും ജീവിതം ധന്യമാകില്ല. വചനത്തിന്റെ ദൂത് ഞാൻ പ്രാരംഭത്തിലെ പറയട്ടെ, കടന്നു വിശ്വസിക്കുക. ആടുന്ന ചിലരെ ദൈവം സ്ഥിരമാക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബം എസ്റ്റാബ്ലിഷ് ആയി മാറും, സഭ എസ്റ്റാബ്ലിഷ് ആയി മാറും, കുഞ്ഞുങ്ങളുടെ ഭാവി എസ്റ്റാബ്ലിഷ് ആയി മാറും. ഈ എസ്റ്റാബ്ലിഷ് എന്ന് പറയുമ്പോൾ ഞാനത് എങ്ങനെയാ പറയുന്നത്? അതായത് ഇപ്പോൾ പാറത്തോട് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലല്ലോ, തുടങ്ങാൻ പോവുക. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് പയനിയറിംഗ് മിഷൻ സ്റ്റേഷൻ എന്നാണ്. ഞാൻ ഈ മിഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാൾ, ഇപ്പോഴല്ല, സംസ്ഥാനത്തിന്റെ മിഷൻസ് മാത്രമല്ല, ഒരു 2005 മുതൽ മിഷൻ ഫീൽഡിലുണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ പല പ്രസ്ഥാനങ്ങളോട് കൂടെ ചേർന്ന് യാത്ര ചെയ്ത് മിഷൻ ഫീൽഡ് കണ്ട്, ഈ ചിലയിടത്തൊക്കെ മിഷൻ ഫീൽഡ് കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു ഉണർവ് നടന്നു. 10 100 പേരോ 200 പേരൊക്കെ ഓടിക്കൂടി ആൾക്കൂട്ടത്തിൽ പോയി ഞാനും പ്രസംഗിച്ച്, ഞാനും ഒരു കൃപാവരവും ഇല്ലാത്ത ഞാൻ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമായി. അടുത്ത തവണ ചെന്നപ്പോ അവിടെ ആളുമില്ല, വരില്ല. ആ പള്ളി ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അത് പയനിയറിംഗ് മിഷൻ സ്റ്റേഷൻസ് ആണ്. അതിനെ തുടക്കം എന്ന് വിളിക്കുക. കുറച്ച് കഴിഞ്ഞ് അതിനകത്തുനിന്ന് ദൈവം തിരഞ്ഞെടുത്ത, അരിച്ചെടുത്ത ആളുകൾ, സൗഖ്യം കണ്ടു വന്നവരെല്ലാം പള്ളി കാണണമെന്നില്ല. വിടുതൽ കിട്ടി വന്നവരെല്ലാം പള്ളിയിൽ എന്നും കാണണമെന്നില്ല. അതിനകത്തുനിന്ന് ചോർപ്പയ്ക്കകത്ത് അരിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ട ഒരു ചെറിയ കൂട്ടം വരും. പിന്നീട് നമ്മളവരെ വചനം പഠിപ്പിച്ച് സ്നാനപ്പെട്ട് കൃപയിൽ നിന്ന് അവിടെ പള്ളിയായി, അവിടെ സംവിധാനങ്ങളായി, സിസ്റ്റമായി കഴിയുമ്പോൾ നമ്മൾ പറയും അവിടെ നമുക്കൊരു നല്ല ചർച്ചുണ്ട്. അടിമാലിയിൽ നമുക്കൊരു ചർച്ചുണ്ട്, മച്ചിപ്ലാവിൽ ഒരു ചർച്ചുണ്ട്, മൂന്നാറിൽ ഒരു ചർച്ചുണ്ട്, ഗിൽഗാൽ നമുക്കൊരു ചർച്ചുണ്ട്, ആനച്ചാലിൽ ചർച്ചുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ആ ചർച്ചിന്റെ സംവിധാനങ്ങളെല്ലാം എന്തായി മാറി? എസ്റ്റാബ്ലിഷിലേക്ക് മാറി. തോമസ് എന്നാ പറയുന്നത്. തോമസ് പാസ്റ്റർ ഇപ്പോഴും അത്രേ ആയിട്ടില്ല. കാരണം എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു ഘട്ടത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇനി 5 ലക്ഷം വേണം, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് മിനുക്കുമണി വേണം. അത് മാത്രം പോരാ, ആ സംവിധാനങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാല് ചർച്ച എന്തായി മാറി? എസ്റ്റാബ്ലിഷ്ഡ് ആയി മാറി. അപ്പൊ ഇന്ന് ഞാൻ ഈ പറയുന്ന ദൂതനകത്ത് ഏറ്റെടുത്തോണം. തമ്പുരാൻ നിങ്ങളെ തുടക്കത്തിൽ നിർത്താനല്ലേ ആഗ്രഹിക്കുന്നത്. തുടക്കത്തിന്റെ അപ്പുറത്ത് അടുത്തൊരു പടിയുണ്ട്. അതൊരു വികസനത്തിന്റെ, വർധനവിന്റെ, പൂർണ്ണതയുടെ, പൂർത്തീകരണത്തിന്റെ. പക്ഷെ അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ആദ്യത്തെ പാഠമാണ് ബിലീവ് ആൻഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു സ്ഥിരവാസം. ഞാൻ ഇവിടെ ഇങ്ങനെ മാസികത്തിന് വന്നപ്പോൾ ഞാൻ ഒരു 4-7 വർഷത്തിന് ശേഷമാണ് ഒരു മാസികത്തിൽ കേട്ടത് 2-3 പേരുടെ പള്ളിയിൽ പണ്ടിത് കേട്ടെടുത്ത ആലപ്പുഴ രംഗത്തിലാണ്. എല്ലാവരും വന്ന് മാസികത്തിന് ഞങ്ങൾക്ക് മതില് പണിയണം, ഞങ്ങൾക്ക് ബാത്റൂം പണിയണം, ഞങ്ങൾക്ക് ഷീറ്റ് മാറണം. പക്ഷെ പറഞ്ഞതുമില്ല. അദ്ദേഹം പറഞ്ഞോട് മാത്രമാണ് ഭാഷ ആ കാര്യം മുന്നോട്ട് പോലുമില്ല. കാരണം കർത്താവ് പുലർത്തുന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഞങ്ങളുടെ സഭയിൽ 2 കുടുംബം വന്നു, 1 കുടുംബം വന്നു, ആത്മാക്കൾ വേണമെന്ന് ഞാനൊരു സാക്ഷ്യം കേട്ടത് എന്റെ ശുശ്രൂഷയിൽ ഒരു 7 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ്. ആലപ്പുഴയിൽ ഞങ്ങൾ എന്നും കേൾക്കുമായിരുന്നു, എല്ലാ പാസ്റ്റർമാരും പറയും 2 കുടുംബം വന്നു, 3 കുടുംബം വന്നു, പുതിയ വീട് കയറി, ആത്മാക്കളെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു, സ്നാനപ്പെട്ടു. അതുകൊണ്ട് പണ്ടത്തെ ആലപ്പുഴയുടെ ഒരു ചെറിയ തകരുതമായ ഓർമ്മ അകത്തേക്ക് വന്നു. ദൈവമക്കളെ, അമ്മേ അവിടെ കൊണ്ട് നിൽക്കത്തില്ല. ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും, ദൈവം നമ്മെ സ്ഥിരതയിലേക്ക് എത്തിക്കും. ഇനി എനിക്ക് ഇതിനകത്തുനിന്ന് 2-3 കാര്യങ്ങൾ വേഗത്തിൽ ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞ ശേഷം ഈ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഈ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ, വേദപുസ്തക വ്യാഖ്യാനത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യം. ഇത് എഴുതപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. 2, ആ ദൂത് പറഞ്ഞ വ്യക്തിയുടെ ഒരു പശ്ചാത്തലം. ഇത് 2ഉം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വേദപുസ്തകം ശരിയായി വ്യാഖ്യാനിക്കാൻ, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാം. ചിലപ്പോൾ നമുക്കത് വിടുതലായി മാറും. ഇപ്പൊ ഞാൻ വേദപുസ്തകം എടുത്ത് പറയുകയാണ്, യഹോവ നിന്നെ വാലല്ല തലയാക്കും. ഞാൻ ഒരു പോഷനെ പോലും വിശ്വസിച്ചാൽ അത് ദൈവം ചെയ്യും. എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. പക്ഷെ ആത്മീയവളർച്ച ഉണ്ടാകുന്നില്ല.
പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അപ്പൊ നമ്മളൊരു വചനം എടുത്ത് കടന്ന് വിശ്വസിക്കുകയാണ്. ഭാഷ പറയുകയാണ്, കർത്താവെ എനിക്ക് എവിടെയാ സ്ഥലത്തിന്റെ പേര്, മറയൂർ, ഒന്നും കാണുന്നില്ല, 40 ലക്ഷത്തിന് 39 ലക്ഷത്തിന് ഞങ്ങൾ ചോദിച്ച കെട്ടിടം പോയി. ഭാഷ കടന്ന് വിശ്വസിച്ചാൽ നാളെ അത് 20 ലക്ഷം നിങ്ങളുടെ കൈ കിട്ടും. ദൈവപ്രവൃത്തിയാ. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നില്ല? രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ ആ വചനത്തിനകത്തൂടെ കയറി വചനമാകുന്ന വാൾ നമ്മളെ വെട്ടിക്കീറി നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരണം. അന്നേരമാണ് ശരിയായ നിലയിൽ നമ്മളിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ജോൺ പാസ് പറഞ്ഞ ആ ഒരു ഭാഗം ഞാനും ഇങ്ങനെ കഴിഞ്ഞ ഒരു 1-2 മാസമായി ഞാനും ഒന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതിസന്ധി, വ്യക്തിപരമായി ഞങ്ങൾ നേരിട്ട ഒരു ആരോഗ്യപരമായ പ്രതിസന്ധിയിൽ കൂടി ഞാൻ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു 3-3:30 മണിയായപ്പോൾ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. കട്ടിലിൽ ഞാൻ എഴുന്നേറ്റ് ഇരുന്ന്, ശുശ്രൂഷകനാണ്, പാസ്റ്ററാണ്, ഉത്തരവാദിത്തങ്ങളുണ്ട്, വലിയ സഭയാണ്. പക്ഷെ ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ കുറവുകളെ ഓരോന്ന് ഇപ്പോഴൊന്നും അല്ല, എന്റെ ബാല്യകാലം മുതൽ ഓർമ്മ വന്നത് ഇങ്ങനെ ഓരോന്ന് എടുത്തു പറയാൻ തുടങ്ങി. എടുത്തു പറഞ്ഞ് കഴിയുമ്പോൾ ഹൃദയം തകരുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്, വലിയ വൈഫ് അറിയുന്നില്ല. പക്ഷെ എന്റെ നെഞ്ച് തകർന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അതിനൊടുവിൽ കേട്ടൊരു ശബ്ദമുണ്ട്, നിനക്ക് ഞാൻ മതിയായവനാണ്. ദൈവമക്കളെ, വചനം കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു പരിവർത്തനമായി മാറിയാൽ അത്ഭുതമല്ല സംഭവിക്കേണ്ടത്. ഹൃദയത്തിന് രൂപാന്തരം വന്നാൽ അത് നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കും. ഇപ്പോ നിങ്ങൾ ആരെങ്കിലും പറയുകയാണ്, എന്റെ ചെലവിൽ ഞാൻ ഈ പള്ളി മൊത്തം പൊളിച്ച് ഇവിടെ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കി അതിന് മേലൊരു പാസേജ് പണിത് ഇങ്ങോട്ടൊരു പാസേജ് ഉണ്ടാക്കി ബിനോയ് പാസിന് താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം. നല്ല കാര്യമാണ്. പക്ഷെ അത് ചെയ്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പോകത്തില്ല. അത് ചെയ്തതിന്റെ പേരിൽ എവിടെ പോകത്തില്ല. അത് ചെയ്താൽ ചിലപ്പോൾ ഭൂമിയിൽ നമുക്ക് നന്മകൾ കൂടുതൽ കിട്ടിയേക്കാം, ദൈവം അനുഗ്രഹിച്ചേക്കാം. പക്ഷെ അതിന്റെ പേരിൽ നിത്യത ഉറപ്പാക്കാൻ ഒക്കത്തില്ല. നിത്യത ഉറപ്പാകണമെങ്കിൽ കേൾക്കുന്ന വചനം നമ്മളെ ശോധന ചെയ്യാൻ, നമ്മളെ ശക്തി വെടുപ്പാക്കാൻ, നമ്മെ മിനുസപ്പെടുത്താൻ നമ്മൾ വെച്ചു കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. ഈ സഹോദരിമാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കൂടെ മനസ്സിലാകും. നമ്മള് പച്ചക്കറിയൊക്കെ അറിയാൻ വേണ്ടി, വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കത്തി എടുത്ത് അങ്ങോട്ട് മുറിക്കുമ്പോൾ ചിലപ്പോൾ വെണ്ടയ്ക്കകത്ത് തോരി പിച്ചാൽ സാധാരണ നിങ്ങൾ കത്തിയെടുത്ത് കളയുമോ? അതോ ഏതെങ്കിലും ഒന്നുകിലും ഒരു അര ഉപയോഗിച്ച് ഇല്ലെങ്കിൽ അരകല്ലിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, 2 ഭാഗവും ഒന്ന് തേച്ച് മിനുസപ്പെടുത്തി എടുക്കും. എന്നിട്ട് ഒറ്റ വെട്ടുകൊട്ടുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനം അത് ഈ പരുക്കനായിട്ട് കേറിയ ഒരു ഗുണം ഉണ്ടാകത്തില്ല, ചതഞ്ഞിരിക്കും. എന്നാൽ വചനത്തിന്റെ ശരിക്കുള്ള വാളിന്റെ മുഖം, അതിന്റെ മൂർച്ചയുള്ള ഭാഗം അകത്തോട്ട് തള്ളിക്കേറിയാൽ അത് ഭേദാഭേദങ്ങളെ വിവേചിക്കും, സന്ധി ബന്ധങ്ങളെ വിവേചിക്കും, മാംസത്തെ കുത്തിക്കയറും, അസ്ഥിബന്ധങ്ങളെ തുളച്ചു ചെയ്യുന്ന കാര്യം എന്താണ്? ഇത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും അപ്പൊ ഇവിടെ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം ഞാൻ വേഗം പറയാം. ഇവിടെ ഒരു 3 രാജാക്കന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. ആദ്യത്തെ രാജാവിന്റെ പേര് ഉസിയ രാജാവിന്റെ കൊച്ചുമകനായ ആഹാസ്. ഇവിടെ നമ്മുടെ ഈ പ്രധാനപ്പെട്ട കഥാപാത്രം ഇന്ന് പകൽ നമ്മൾ സംസാരിക്കുമ്പോൾ അധികം പ്രാധാന്യം കൊടുക്കുന്നത് ആഹാസിനാണ്. പക്ഷെ ആഹാസ് അത്ര നല്ലൊരു നോബിൾ ക്യാരക്ടറൊന്നും അല്ല, അത്ര നല്ല ആത്മീയനല്ല. അത് നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തില് തന്റെ അപ്പനായ യോധാമിനേക്കാൾ, തന്റെ വലിയപ്പനായ ഉസിയാവിനേക്കാളും ദൈവസന്നിധിയിൽ ഏറ്റവും അനിഷ്ടമായിട്ട് പ്രവർത്തിച്ച രാജാവായിരുന്നു ഏത് രാജാവ്? ഇവിടെ പറയുന്ന യഹൂദ രാജാവായ ആഹാസ്. അപ്പൊ 1ാമത്തെ രാജ്യം യഹൂദ രാജ്യം, അതിന്റെ രാജാവായ ആഹാസ്. ആഹാസിന്റെ അപ്പന്റെ പേര് യോഥാം, യോധാമിന്റെ അപ്പന്റെ പേര് ഉസിയാവ്. അത് മനസ്സിലാക്കുന്ന ഒരു പിക്ചർ നമ്മൾ ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. ഇനി ഈ യഹൂദ രാജ്യം എന്ന് പറയുമ്പോൾ 2 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് യഹൂദ ഗോത്രവും 2 ബെന്യാമിൻ ഗോത്രവും മാത്രം ചേർന്ന ചെറിയൊരു രാജ്യമാണ്. അംഗസംഖ്യയിൽ കുറഞ്ഞ ഒരു കൊച്ചു രാജ്യമാണ് യഹൂദ രാജ്യം. അപ്പുറത്ത് മാറി 10 ഗോത്രങ്ങളുള്ള, ലേവി ഒഴികെയുള്ള ബാക്കി 10 ഗോത്രങ്ങളുള്ള മറ്റൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ രാജാവിന്റെ പേരാണ് പേക്കർ. 2ാമത്തെ രാജ്യമായ, വലിയ രാജ്യമായ പേക്കർ. അതിനെ നമ്മള് അംഗസംഖ്യ കൂടിയ രാജ്യം എന്ന് വിളിക്കും. കുറെ കൂടെ തന്ത്രശാലികളുടെ രാജ്യമാണ്. അവർക്കാണ് ഗോത്രപിതാക്കന്മാരുടെ എണ്ണം കൂടുതൽ. ആ രാജ്യത്തിന്റെ നേതാവ് പേക്കറാണ്. 3ാമത്തെ രാജ്യം, ഇത് 2ൽ നിന്നും
വ്യത്യസ്തമായ രാജ്യമാണ്. അരാം എന്നറിയപ്പെടുന്ന ഇന്നത്തെ സിറിയ എന്നറിയപ്പെടുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന്റെ രാജാവിന്റെ പേര് രസീൻ എന്ന വ്യക്തിയാണ്. അപ്പൊ 3 രാജ്യവും 3 രാജാക്കന്മാർ. യഹൂദ രാജ്യത്തിന്റെ രാജാവിന്റെ പേര് ആഹാസ്. രണ്ടാമത്തത് ഇസ്രായേൽ രാജാവിന്റെ പേര് പേക്കഹ്. മൂന്നാമത്തത് അരാം അല്ലെങ്കിൽ സിറിയ രാജാവിന്റെ പേര് രസീൻ. ഈ 3 രാജാക്കന്മാരുടെ പേരും ചിത്രവും ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ വരെ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അപ്പൊ ഈ 3 രാജാക്കന്മാരിൽ 2 പേർ ഒരുമിച്ച് ഒരു സുപ്രഭാതത്തിൽ ഈ യഹൂദ രാജാവായ യോഥാമിന്റെ മകനായ ആഹാസിന് എതിരായി മാറി. ആ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: ഉസിയാവിന്റെ മകനായ യോഥാമിന്റെ മകനായി യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ രസീനും രമല്യാവിന്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും യെരൂശലേമിന് നേരെ, അതായത് യോഥാമിന്റെ മകനായ യഹൂദ രാജാവായ ആഹാസിനെതിരെ യുദ്ധത്തിന് വന്നു. അപ്പൊ ഒരു ഭാഗത്ത് 2 രാജ്യങ്ങൾ താരതമ്യേന ചെറുതായ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വരുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരട്ടെ. അംഗസംഖ്യ കൂടിയ, ആയുധബലം കൂടിയ, ആയുധപാണിക്കാരുടെ എണ്ണം കൂടിയ, സൈന്യബലം കൂടിയ 2 രാജാക്കന്മാരും അംഗസംഖ്യ തീരെ കുറഞ്ഞ ഒരു രാജ്യവും തമ്മിൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. ഇനി അതിന്റെ 2-ാമത്തെ വാക്യമാണ് അതിനകത്തെ ചിന്തനീയമായ ദൂത്. അത് ശ്രദ്ധിക്കണം. ആ വാക്യം ഒന്ന് എന്റെ കൂടെ ഒന്ന് വായിച്ചു വരണമേ. എല്ലാവരും ചേർന്ന് വായിക്കാൻ ഒക്കുന്നവർക്ക് ചേർന്ന് വായിക്കാം. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. ആരുടെ ഹൃദയം ഉലഞ്ഞു പോയത്? യഹൂദ രാജാവായ ആഹാസിന്റെ ഹൃദയം, ഉസിയാവിന്റെ മകനായ യോഥാമിന്റെ മകനായ ആഹാസിന്റെ ഹൃദയം ഉലഞ്ഞുപോയി. അതെങ്ങനെയാ ഉലഞ്ഞത്? കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റു നിമിത്തം ഉലയുന്നത് പോലെ. ഈ കൊടുങ്കാറ്റ്, നമ്മുടെ ഇവിടെ വല്ലപ്പോഴൊക്കെ നമ്മൾ ഈ കാറ്റിന്റെ തീവ്രത അനുഭവിച്ചിട്ടുള്ളവരാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, അടിമാലിയില് അവിടെ മീറ്റിംഗ് വരുമ്പോ എന്റെ പൊന്നു വാസ, അയ്യോ വാസ വിളിച്ചിട്ടും വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വഴി മുഴുവൻ അങ്ങോട്ട് തൊട്ടു മുമ്പിൽ ആ മരം കിട്ടിയിരുന്നത് ഒടിഞ്ഞൊടിഞ്ഞ് വീണോണ്ടിരിക്കുക. ക്ലാസ് പറഞ്ഞ് കയറിയിട്ടേ പോകാവൂ, പക്ഷെ കയറാൻ നിർവാഹമില്ല. കാരണം അവിടെ താമസിച്ചാൽ അന്ന് പിന്നെ ഞാൻ യോഗം നടത്താൻ ഒക്കാത്തത് കൊണ്ട്. അപ്പൊ കാറ്റ് വന്നാൽ മരം കുലുങ്ങും. മരം കുലുങ്ങിയാൽ മരം കടപുഴകി വീഴും. കടപുഴകി വീണാൽ വഴിയാത്ര മുടങ്ങും. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്? കാട്ടിലെ മരങ്ങൾ കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ, കുലുങ്ങുന്നത് പോലെ യോദ്ധാവിന്റെ മകനായ ആഹാസിന്റെ ഹൃദയം വല്ലാതെ ഉലയുകയാണ്, കുലുങ്ങുകയാണ്. എന്താ കാരണം? വേറെ ഒന്നുമല്ല ദാസത്തെ കാരണം. എഫ്രൈം ആരോട് ചേർന്നു? മനസ്സിലായോ? അച്ഛാ, ഈ എഫ്രൈം എന്ന് പറഞ്ഞ ആരാന്നറിയാമോ? ആരാ എഫ്രൈം? എടാ, ഈ യഹൂദയുടെ സഹോദരനാണ്. മനസ്സിലായോ? എടാ, ഈ സഹോദരനായ, ഞാൻ പറഞ്ഞല്ലോ, ഈ ആഹാസം നല്ലയാണോ? അല്ല, വിഗ്രഹാരാധിയാണ്, കാഴ്ചപ്പാടില്ലാത്തവനാണ്. പക്ഷേ ഈ യഹൂദ ഗോത്രത്തെ കുറിച്ച് ഇസ്രായേലിൽ ഇല്ലാത്ത ഒരു വെളിപ്പാടും ഒരു ദൂതും ദൈവം ആർക്ക് കൊടുത്തിട്ടുണ്ട്? മനസ്സിലായില്ല? അച്ഛാ, വീട് പോയവനാണ്, തകർന്നവനാണ്, ഒരുപാട് ബലഹീനത ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവന്റെ മേൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കേണ്ടത് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. മശിയാവിന്റെ ഗോത്രമാണ്, രാജ്യമാണ്. ഏത്? ഈ യഹൂദ ഗോത്രം. അപ്പൊ ആ ഗോത്രത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടുന്ന ഇസ്രായേലിന്റെ സന്തതികളിൽ ഒരുത്തനായ സഹോദരനായ എഫ്രൈം ഇപ്പോൾ ആരുടെ കൂടെ ചേർന്ന്? നമ്മൾ ചിലപ്പോഴെ കടന്നു പോയിട്ടില്ലേ? കൂടെ നിൽക്കേണ്ടവര്, നമ്മളെ ശരിക്കും അറിഞ്ഞവര്, മനസ്സിലാക്കിയവര്, സഹോദരങ്ങള്, കൂട്ടുവിശ്വാസികള്, ചിലപ്പോഴൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാര് ആരുടെ കൂടെ കൂടിയിട്ടുണ്ട്?
രസീന്റെ കൂടെ കൂടി നമ്മളെ തകർക്കാൻ നിൽക്കുന്നവന്റെ കൂടെ ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വിറച്ചിട്ടുണ്ട്. ഈ ആലിനെ വിറയ്ക്കുന്ന പോലെ കിടന്ന് ജീവിതം അതിലൂടെ ആ ഒരു അനുഭവത്തിലൂടെ ആര് കടന്നു പോവുകയാണ്? തന്റെ ദാസനായ ആഹാസ് കടന്നു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ പ്രയാസം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ കൂടെ നിൽക്കേണ്ടുന്നവൻ, എന്റെ കൂടെ നിൽക്കേണ്ടവൻ, നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടുന്നവൻ ഇപ്പോൾ ആരുടെ കൂടെ കൂടിയിരിക്കുകയാണ്? നിങ്ങൾക്കെതിരായി നിൽക്കുന്നവന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തോമസ് മാസ്റ്ററെ കുറിച്ച് എന്നോട് ലാൽ ജോസ് മാസ്റ്റർ പറയുകയാണ്, തോമസ് മാസ്റ്റർ ആള് ശരിയല്ല, ചുമ്മാ വെറുതെ ഇരിക്കുക. ഞാൻ പറയേണ്ടത് നോ നോ നോ, നിങ്ങളുടെ കൂടെ കൂടി ഇദ്ദേഹത്തെ കുറ്റം പറയാനല്ല, തന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്റെ വിളി. ആരെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ കൂടെ കൂടി അത് ശരിയാണെന്ന് പറയാതിന് പകരം ഒന്നും മിണ്ടാതിരിക്കാം. അതല്ലേ ഭാഷ നല്ലത്? അതിന് പകരം ഞാനും കേട്ടു, ശരിയാ, അങ്ങനെ ഒരു കേടി വന്നിട്ടുണ്ടോ, അയ്യോ ശരിയാണെന്ന് പറഞ്ഞ് ക്ഷാമം പിടിച്ചു വെക്കാതെ, വേണ്ടാത്ത അപകടം പിടിച്ചു വെക്കാതെ ബലഹീനന്റെ കൂടെ നിൽക്കാം, തകർന്നവന്റെ കൂടെ നിൽക്കാം, മുറിവേറ്റവന്റെ കൂടെ നിൽക്കാം. അതാണ് ദൈവപ്രവൃത്തി. അപ്പൊ ഇവിടെ ഈ ആഹാസിനെതിരെ രസീനും പേക്കവും ഒരുമിച്ച് ഒരു സംഘമായി മാറി. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കേണ്ടുന്നവര്, ആത്മീയത്തിൽ കൈത്താങ്ങലാകേണ്ടുന്നവര്, പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കേണ്ടവർ, കൈനീട്ടി നമ്മെ സഹായിക്കേണ്ടുന്നവർ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ വിട്ട് മാറി സഹായിച്ചെന്ന് മാത്രമല്ല, യുദ്ധം ചെയ്യുന്നവന്റെ കൂടെ അവന് വാളെടുത്തു കൊടുത്ത് നിൽക്കുമ്പോൾ ഓർത്തോണം, ദാവീദ് ഹൃദയം കുലുങ്ങിപ്പോയതുപോലെ ചിലപ്പോഴൊക്കെ നമ്മളും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ ഉലഞ്ഞു പോകാറുണ്ട്. അപ്പൊ ഈ അനാവശ്യമായ സഖ്യങ്ങൾ അത് ആത്മീക ജീവിതത്തിലും പ്രശ്നമുണ്ടാക്കും, സഭാമണ്ഡലത്തിലും പ്രശ്നമുണ്ടാക്കും, സംഘടനയ്ക്കകത്തും പ്രശ്നമുണ്ടാക്കും. ഏത് സഖ്യമാണ്? യോജിക്കാൻ പാടില്ലാത്തവർ തമ്മിൽ യോജിച്ചാൽ കുടുംബബന്ധമാണ് കുട്ടിക്ക്. ചില കല്യാണങ്ങളൊക്കെ കല്യാണത്തിന്റെ പിറ്റേ ആഴ്ച എന്താ ചുറ്റിപ്പോകുന്നത്? കെട്ട് നടത്തിയ പാസ്റ്റർ പ്രശ്നമല്ല, പുള്ളിക്കാരനെ എല്ലാരും കെട്ടിക്കുന്ന പോലെ അവിടെയും കെട്ടിച്ചു. പക്ഷേ കെട്ടിന്റെ പിറ്റേന്ന് പോലെ തമ്മിലടിയ, തമ്മിൽ യോജിക്കുന്നില്ല, തമ്മിൽ ഒത്തുപോകാൻ ഒക്കത്തില്ല. ചേരേണ്ടതല്ല തമ്മിൽ ചേർന്നിരിക്കുന്നത്. അപ്പൊ ചേരേണ്ടതല്ല തമ്മിൽ ചേർന്നതെങ്കിൽ എന്നും ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്, ഏച്ചു കെട്ടിയാൽ മുടച്ചിരിക്കും. എന്നും ഉന്തും തള്ളും പ്രശ്നവും പ്രയാസവും പോരും പോരാട്ടമാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ സഭ ചാടി കുഴപ്പമില്ല, ഇവിടെ ചാടി അവിടെ ചാടി, അവിടെ നടത്തുന്നത് ചാടി, അവിടെ നടത്തുന്നത് ചാടി. ചില എന്തെങ്കിലും ബുദ്ധിമുട്ട് നിമിത്തം സഭ ഒന്നും മാറിയ പ്രശ്നമില്ല, ഒരിടത്തുനിന്ന് അപ്പുറത്ത് അവിടെ നടത്തിയാഴ്ച, അടുത്തടുത്ത് അടുത്തയാഴ്ച. ഈ ചാടി പോകുന്ന ആളുകളെ കയറ്റിവെച്ചാൽ ഓർത്തോണം, സമാധാനത്തിൽ പോകുന്ന സഭയുടെ ആടിവേരവും ഒന്നുണ്ട്. അതുവരെ ആളെ കുറവുണ്ടായിരുന്നുള്ളൂ, സ്വത്രാജ്യം കുറവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ആളും കൂടി, സ്വത്രാജ്യം കൂടി, സമാധാനം പോയി. വാസ്തവേ എന്താ കാര്യം? അങ്ങനെയുള്ളവരെ ഒരിക്കലും ചേർത്ത് വെക്കാൻ. അപ്പൊ ചേരാൻ പാടില്ലാത്തതുണ്ട്, അപ്പൊ ചേരാൻ പാടില്ലാത്തവരുണ്ട്, ബന്ധം കൂടാൻ പാടില്ലാത്ത ഇടങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. പാസ്റ്റർ നേരത്തെ പറഞ്ഞു, നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, പക്ഷെ വേണ്ടാത്ത ബന്ധങ്ങൾ എന്ത് ചെയ്യണം? അബ്സ്ട്രെയിൻ ചെയ്യണം. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, മാറിയിരിക്കണം. അതെ, ചേരാൻ പ്രമാണമുള്ളിടത്തെ പോയി ചേരാവൂ, കൂടാൻ അവൻ പ്രമാണമുള്ളിടത്തെ കൂട്ടുകൂടാൻ പോകാവൂ. അല്ലാത്ത ഒരിടത്തും പോയി ചാടരുത്. അത് എന്തായി മാറും? അത് പിന്നത്തേതിൽ ദോഷകരമായി മാറും. ദേവാലയത്തിന് വിഗ്രഹത്തോട് എന്ത് യോഗ്യത, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് സമ്പർക്കം? അങ്ങനെയാണെങ്കിൽ അവിശുദ്ധ കൂട്ടുകെട്ടുകള്, വേണ്ടാത്ത കൂട്ടുകെട്ടുകള് നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, ഹൃദയം ഒന്ന് കുലുങ്ങിയേക്കാം. പക്ഷെ അതിനപ്പുറത്ത് രാജാവായി ദൈവം എഴുപ്പുണ്ട്. അവന്റെ നീതി മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. അപ്പോ ഈ കുടുംബങ്ങൾക്കകത്ത് ഈ ആവശ്യമില്ലാത്ത സമ്പർക്കം, ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ അത്രയും പറയേണ്ട ആവശ്യമില്ല. ഈ ചില വീട്ടില് ഈ തള്ളയും പിള്ളേരും കൂടെ ചേർന്ന് തന്തയെ കുറ്റം. ഞാനിവിടെ വിളിക്കുന്ന ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ. കാര്യം
അപ്പനോട് വഴക്കുണ്ടാക്കാൻ ഈ അമ്മ ആരെ ചൂടാക്കി വിടുന്നേ? എന്റെ പൊന്നമ്മ, നിങ്ങളുടെ ജീവിതം ഗതികിട്ടു. ഭർത്താവിനെ ചീത്ത വിളിക്കാൻ ആരെ പറഞ്ഞു വിടരുത്? മക്കളെ പറഞ്ഞു വിടരുത്, ചൂടാക്കി കൊടുക്കരുത്. തിരിച്ചു അതുപോലെ അമ്മയെ തല്ലാൻ മക്കളെ പറഞ്ഞു വിടരുത്. ആവശ്യം ഇതെല്ലാം ഇതിനൊക്കെ ഒരു കെമിസ്ട്രി ഉണ്ട്, ഇതിനൊക്കെ ഒരു സമവാക്യമുണ്ട്, ഇതിനകത്ത് ചേരേണ്ടുന്ന ഒരു അളവുണ്ട്. അത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. കുടുംബ ബന്ധത്തിനകത്തും അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാകരുത്, വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകരുത്, വിവാഹപൂർവ്വ ബന്ധങ്ങൾ ഉണ്ടാകരുത്. ഇതെല്ലാം ദോഷമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇത് പല തലമുറയ്ക്കൊന്നും മനസ്സിലാകത്തില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ പള്ളി വന്നിരിക്കും, വേണമെങ്കിൽ ഉപദേശം ഞങ്ങളെ 2 മണിക്കൂർ സഹിക്കണം, ഞങ്ങളുടെ വഴിക്ക് പോകും. നോ നോ നോ. കുഞ്ഞുങ്ങളെ സകലത്തിലും ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങളുടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ, ഒരു ബന്ധം തെരഞ്ഞെടുക്കുമ്പോൾ അത് പഠനാധിഷ്ഠിതമാണോ വേണ്ടുന്നതാണോ എന്ന് 2 തവണ ആലോചിക്കണം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തത്, ഈ സഭാമണ്ഡലങ്ങൾക്കകത്ത് ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, സംഘടനാ ബന്ധങ്ങളിലെ അനാവശ്യമായ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ. അത്രയും പറഞ്ഞ് ഞാൻ ദൂത് നിർത്തുകയാണ്. വചനം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള പ്രഗത്ഭന്മാരുള്ളത് കൊണ്ട് ദൂതിനകത്ത് ശരിക്കുള്ള ദൂത് അവർ മനസ്സിലാക്കി. ഇത് അവിടെ നടന്നു. അപ്പോ ഈ അനാവശ്യ സഖ്യം നിമിത്തം അവിടെ സംഭവിച്ചത് ഒരു യുദ്ധമുഖമുണ്ടായി. അത് ഹൃദയം ഉലച്ചു. അവനെതിരെ, ഇസ്രായേൽ യഹൂദക്കെതിരെ ഒരു ദുരാലോചനയുടെ മണ്ഡലം അവിടെ ഉണ്ടായി. ഇനി എന്റെ ഹൃദയത്തിനകത്ത് വന്നൊരു ചിന്ത, എന്തുകൊണ്ടാണ് ഈ സഹോദരനായ ഇസ്രായേൽ അല്ലെങ്കിൽ പേക്കർ തന്റെ സഹോദരനായ യഹൂദക്കെതിരെ അല്ലെങ്കിൽ ആഹാസിനെതിരെ രസീലുമായി ശത്രുത അല്ലെങ്കിൽ ഒരു എതിർപ്പിന്റെ ബന്ധത്തിലേക്ക് പോയതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഈ ഇസ്രായേല് BC 722 അവസാനിക്കുമെന്ന് അസീറിയക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖ് വന്ന് അവരെ കീഴ്പ്പെടുത്തുമെന്ന് കാലങ്ങൾക്കപ്പുറത്ത് ദൂത് വന്നിട്ടുണ്ട്. എവിടെ കൊണ്ട് തീരും? നിങ്ങൾ ഒന്നൊഴിയാതെ മുഴുവൻ എങ്ങോട്ട് പോകും? പ്രവാസത്തിലേക്ക് മടങ്ങി വരാൻ ഒക്കത്തില്ല എന്നാണ് ആരെ കുറിച്ചുള്ള ദൂത്? ഇസ്രായേലിനെ കുറിച്ച്. അപ്പുറത്ത് മാറി യഹൂദയ്ക്ക് ഒരു ദൂതുണ്ട്, നീ പ്രവാസത്തിലേക്ക് പോയാൽ നിന്നെ 70 ആണ്ട് കഴിഞ്ഞ് ഞാൻ. അപ്പോ ഈ ദൂത് ഉള്ളവന് ദൂതില്ലാത്തവൻ ആത്മീയ ഒന്ന് പിടിച്ചു കയറി വരണം. ഈ അകാരണമായ ശത്രുതയുടെ കാരണം തേടി ഒരുപാടൊന്നും പോകണ്ട. മറ്റാർക്കുമില്ലാത്ത ഒരു വാഗ്ദത്തം, മറ്റു പലർക്കുമില്ലാത്ത ഒരു വിളി, വേറെ ആരെ കുറിച്ചുമില്ലാത്ത ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ചോ നിന്റെ സഭയെ കുറിച്ചോ ശുശ്രൂഷയെ കുറിച്ചോ ഉണ്ടെങ്കിൽ നീ ചിന്തിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിനക്കെതിരെ എതിർപ്പിന്റെ ബന്ധങ്ങൾ ഉണ്ടായി വരും. അച്ഛാ, ഈ രീതിയിൽ തന്നെ, ഈ കുടുംബത്തിൽ തന്നെ ഇസ്രായേലിന്റെ രാജാവായ മെസ്സിഹ ജനിക്കേണ്ടത്. നീയോ ബേത്ലഹേം എഫ്രാത്തെ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത് ഏത് ഗോത്രത്തെ കുറിച്ചാണ്? യഹൂദ ഗോത്രത്തെ കുറിച്ചല്ലേ? ദാവീദിന്റെ വംശത്തിലല്ലേ ഇവൻ പറക്കേണ്ടത്? അപ്പൊ ഇവന് ദൂതുണ്ട്. എന്റെ കുടുംബത്തിലും എന്റെ 10 മക്കൾക്കും ഇല്ലാത്ത ഒരു ദൂത് യഹൂദയെ നിനക്കുള്ളത് കൊണ്ടാണ് വേറെ ആർക്കും ഇല്ലാത്ത പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഇല്ലെങ്കിൽ ഈ ഇല്ലാത്ത കൂട്ടുകൂട്ട് ഉണ്ടാകത്തില്ലെങ്കിൽ പാസ്റ്ററെ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ നമുക്കെതിരെ വരത്തില്ല, വേണ്ടാത്ത ആരോപണം കേൾക്കേണ്ടി വരില്ല, വഴികൾ അടയത്തില്ല. എന്താ കാര്യം? നിന്റെ മേലൊരു വിളിയുണ്ടെന്ന്, നിനക്കൊരു ശുശ്രൂഷയുണ്ടെന്ന്, നിന്റെ തലമുറയ്ക്കൊരു ഭാവിയുണ്ടെന്ന്, നിന്റെ സഭയ്ക്കൊരു സ്ഥിതിക്ക് വ്യത്യാസമുണ്ടെന്ന്, നിന്നേക്കാൾ അപ്പുറത്ത് അറിയാവുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്, ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ആമേൻ. 2-3 ഉദാഹരണങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ബൈബിളിൽ പലയിടങ്ങളിലും പലരുമുണ്ട്. ഈ കണ്ടിട്ട് വളരുമെന്ന് കണ്ടിട്ട് വർദ്ധനവ് പ്രാപിക്കുമെന്ന് കണ്ടിട്ട് എതിരെ നിൽക്കും. നമ്മുടെ യോസേഫിനെ ഒന്ന് നോക്കാം, അത് മാത്രം പറയാം. യോസേഫ് ചെറിയ പ്രായമായിരുന്നപ്പോ തന്നെ അവനിങ്ങനെ പറഞ്ഞു തുടങ്ങി, ദൈവം എന്നെ ഉയർത്തും, ദൈവം എന്നെ മാനിക്കും, ദൈവന്റെ സഭയെ വളർത്തും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും. ഇത് കേൾക്കുന്ന ഓറും ബാക്കി 11 പേര് 12 പേര് ഒരാളെ വിട്ടേക്ക് 10 പേര്. ബെന്യാമീൻ കുഴപ്പക്കാരനൊന്നുമല്ല, അവര് പാവപ്പെട്ട പയ്യന, കൊച്ചു പയ്യന, ഇവനൊക്കെ ഇളയവനാ. പക്ഷെ ബാക്കി 10 പേര് രൂപയെന്ന് പറഞ്ഞ അച്ചാച്ചൻ ഒഴികെ ബാക്കി 9 പേരും അകത്ത് ഇങ്ങനെ സഭ വളർന്നത് കേൾക്കുമ്പോൾ, ആത്മാക്കൾ കൂടുന്നത് കേൾക്കുമ്പോൾ
എന്താ പാസക ബുദ്ധിമുട്ട് തോന്നിട്ടില്ല, പാസക തോന്നിട്ടില്ല, പക്ഷേ ഇളകുന്ന വേറൊരു മണ്ഡലം വരുന്നു. നമ്മളിത് അറിയാത്തതുകൊണ്ടാണ്. പാസ പറഞ്ഞ വലിയ ദൂതാണ്. നമ്മള് സെക്ഷൻ പ്രസിഡന്റായി അത്രയേ ഉള്ളൂ. പാസ ഏറ്റവും കൂടുതൽ കാലം മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം സംഗതി എന്തോ ഉണ്ടാവുന്നത് മാസാവസാനം പാസ്റ്റർ സപ്പോർട്ട്, പാസ്റ്റർ കെട്ടിടം വയ്ക്കാൻ, പാസ്റ്റർ ഇത് ചോദിച്ചുകൊണ്ട്, പാസ്റ്റർ ഒരു ടേബിൾ ഇരുന്നല്ലേ, ഇത് ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരുമ്പോ എടുത്ത് കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം, 4 പേരെ വിളിച്ച് പൈസ ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തി കടന്നു പോകുന്ന ഒരു പോരാട്ട മണ്ഡലമുണ്ട്. ഞാനിത് മനസ്സിലാക്കില്ല. ഈ 10, 150, 200 പേര് കൂടുന്ന ഒരു സഭയിൽ വിഷയങ്ങൾ ചെന്ന് പറയുമ്പോൾ, അവരുടെ വിഷയത്തിന് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ, അതിനുവേണ്ടി വില കൊടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അതിന്റെ ചില പ്രത്യാക്രമണങ്ങൾ ഞങ്ങളുടെ തലമുറ മേല്, ആരോഗ്യത്തിന്റെ മേല്, സമ്പത്തിന്റെ മേല്, ചിലപ്പോഴൊക്കെ സമാധാനത്തിന്റെ മേല്, ഒറ്റക്കായ അമ്മയുടെ മേൽ വന്നിട്ടുണ്ട്. അന്നേരം ചോദിക്കും, കർത്താവേ ഇത്രയും പ്രാർത്ഥിക്കാതെ, കർത്താവ് നീ പ്രാർത്ഥിച്ചോ അതിനെ ജയിക്കാൻ, ഇപ്പൊ വന്നതിനെ ജയിക്കാൻ എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ നമ്മളെ എന്തെങ്കിലും നമ്മുടെ മേലൊരു വിളിയോ ഒരു ദൂതോ തലമുറയെ കുറിച്ച് ഒരു വാഗ്ദത്തമോ ഉണ്ടെങ്കിൽ, അവൻ അയൽവക്കക്കാരൻ പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ, അങ്ങ് ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ നിനക്കെതിരെ യുദ്ധതന്ത്രം മെനയുന്ന ഒരു പൈശാചിക പോരാട്ടമുണ്ട്. അതിനെ ആത്മാവിൽ ജയിക്കാൻ സഭ തയ്യാറാകണം, വിശ്വാസികൾ തയ്യാറാകണം, അടിമാലി സെക്ഷൻ തയ്യാറാകണം, മുട്ടിലോട്ട് സഭ തയ്യാറാകണം, ഇടുക്കി ജില്ലക്കാർ തയ്യാറാകണം. നമ്മൾ കാണപ്പെടാത്ത ഒരു ആത്മമണ്ഡലത്തിൽ നമുക്കെതിരെ ഉയർന്നു വരുന്ന ചില പൈശാചിക ഇനി ഞാൻ ദൂതന്റെ ആ കടശി ഭാഗത്തേക്ക് വന്ന് അവസാനിപ്പിക്കാം. ആ ദൂത് വിസ്താരമാണ്, അല്പം നീട്ടി പറയേണ്ടതാണ്, എന്നാലും സമയബന്ധിതമായി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ നമുക്ക് പശ്ചാത്തലം മനസ്സിലായല്ലോ. കൂടെ നിൽക്കേണ്ടുന്നവര് കൂടെ നിന്നില്ല, എതിരായി മാറി. ഹൃദയം കടന്നിങ്ങനെ വിറയ്ക്കുക, കുലുങ്ങുക, മുമ്പിലൊരു വഴി. ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ദൈവം പോലും എന്നെ കൈവിട്ടു, അയ്യോ എനിക്ക് ആരുമില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3-ാമത്തെ വാക്യം എപ്പോഴെന്നറിയാമോ? എപ്പോൾ ഈ ദാവീദ് ഗൃഹത്തിന്റെ ഹൃദയം കാട്ടിലെ മരങ്ങൾ, വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ നിന്റെ ഹൃദയം ഉലയുന്നത് അറിയുന്നത് ദൈവം. നിന്റെ ഇടനെഞ്ച് പിടയുന്നത് അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കാണുന്നൊരു ദൈവമുണ്ട്. അപ്പൻ അറിഞ്ഞില്ലെങ്കിലും, അമ്മ അറിഞ്ഞില്ലെങ്കിലും, ജീവിത പങ്കാളി അറിഞ്ഞില്ലെങ്കിലും, സഭാവിശ്വാസി അറിഞ്ഞില്ലെങ്കിലും, പാസ്റ്റർമാർ അറിഞ്ഞില്ലെങ്കിലും, ദൂത് വെളിപ്പെടുന്ന പ്രവാചകന്മാർ അറിഞ്ഞില്ലെങ്കിലും, അകത്തെ നെടുവീർപ്പ് പോലും ആരാധനയായി, പ്രാർത്ഥനയായി സ്വീകരിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അപ്പൊ ഈ ദാവീദ് ഗൃഹത്തിന്റെ ഹൃദയം ഉലഞ്ഞു പോയത്, ഈ ആഹാസിന്റെ രാജ്യത്തിന്റെ ഹൃദയം ഉലഞ്ഞു പോയത് തമ്പുരാൻ അറിഞ്ഞിട്ട്, 3-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീയും നിന്റെ മകൻ യാശൂബും അലക്കുകാരന്റെ വയലില് പെരുവഴിക്കൽ മേലേക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ. ഈ ആഹാസിന്റെ രാജ്യം ഏതെന്ന് മക്കളെ ഞാൻ പറഞ്ഞത്? ഏത് രാജ്യത്തെ രാജാവായിരുന്നു? യഹൂദ രാജ്യത്തെ രാജാവായിരുന്നു ആഹാസ്. രാജാവ് എവിടെ വസിക്കുന്നത്? രാജാവ് വസിക്കുന്നത് ഇവിടുത്തെ എന്താ പറയുക, ഇവിടെ ഇളമലക്കുടിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ട്രൈബൽ സെറ്റിൽമെന്റിലാണോ പാസ്റ്ററെ രാജാവ് താമസിക്കുന്നത്? അവിടെ രാജാവ് ഉണ്ട്, അവർക്ക് അത് വേറെ കാര്യം. രാജാവ് താമസിക്കുന്നത് അണക്കര ഏരിയയിലെ പാസ്നേജിലെ ഗസ്റ്റ് റൂമിലാണോ? അടിമാലി സഭയിലും അല്ല. രാജാവ് താമസിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് രാജകൊട്ടാരം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ രാജകൊട്ടാരത്തില് രാജ്ഞിമാരോടുകൂടെ, തോഴിമാരോടുകൂടെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ വസിക്കേണ്ടുന്ന രാജാവ് ഇപ്പോൾ എവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണ്? തുണി കഴുകുന്ന അലക്കുകാര് അവൻ വെള്ളം കോരി ഒഴിച്ച് അഴുക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഓവുചാലിന്റെ അരികെ പോയി അവൻ മാറിയിരിക്കണമെങ്കിൽ അവൻ കടന്നുപോയ സംഘർഷം അത്ര വലുതാണ്. ചിലപ്പോ ടെൻഷൻ കൂടുമ്പോ പല്ല് തേക്കാൻ മറന്നു പോകും, ഷേവ് ചെയ്യാൻ, ആഹാരം കഴിക്കാൻ. കാര്യം അത് ശുശ്രൂഷയുടെ ടെൻഷനാണ്. ആളുകൾ പലതും ചിന്തിക്കും, പക്ഷെ നമ്മുടെ പോരാട്ടം അതുപോലാണ്.
പലതും വിട്ടുപോകും, പലതും നിങ്ങളും വിട്ടുപോകും. പല കാര്യങ്ങള് മക്കളെ കുറിച്ച് നാളുകളെ കുറിച്ച് ഓർക്കുമ്പോ എന്താ എന്റെ ഗതി? ഉറക്കമില്ല, ഊണില്ല, വിശ്രമമില്ല, ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ല. കൊട്ടാരത്തിൽ പട്ടുമത്തെ കിടക്കേണ്ടുന്ന അവേ ആ രാജകീയ സ്വാദുഭോജനം കഴിക്കേണ്ടുന്ന ഈ ആഹാസ് ഇപ്പോൾ എവിടെ പോയി കിടക്കുകയാണ്? അലക്കുകാര് തുണി കഴുകി വെള്ളം, അഴുക്ക് വെള്ളം ഒഴുക്കി വിടുന്ന നീർപ്പാത്തിക്കരികെ ഓവുചാലിന്റെ അരികെ പോയി കിടക്കുകയാണ്. അതിനർത്ഥം സുബോധം പോലും നഷ്ടപ്പെട്ടു പോയി. പ്രതിസന്ധികൾ നിന്റെ മനസ്സിനെ തകർത്ത് കളഞ്ഞെങ്കിൽ, വെല്ലുവിളികൾ നിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, കടന്നുപോകുന്ന പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ അവൻ ഭയമുണ്ടാക്കുന്നുവെങ്കിൽ, നീ ഒറ്റപ്പെട്ട് കിടക്കുന്നിടത്ത്, നീ തനിച്ചിരിക്കുന്നിടത്ത്, നിന്നെ ഓടിച്ചു കളഞ്ഞെടുത്ത്, നിന്നെ തള്ളിക്കളഞ്ഞെടുത്ത്, അവിടേക്ക് തന്റെ ദാസനായ യെശയ്യാവിനെ ദൂതമായി അയക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് രാവിലെ നമുക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൻ നീ ഒറ്റയ്ക്ക് പോയിരിക്കുന്നിടത്ത്, ആരും ശ്രദ്ധിക്കപ്പെടാനില്ലാത്തിടത്ത്, തനിച്ചുപോയി പാർക്കുന്നിടത്ത്, അവിടെയും തന്റെ ദാസനെ ദൂതമായി അയക്കും. വചനത്തിൽ ദൂതമായി അയക്കും, ബലപ്പെടുത്തുന്ന ദൂതമായി ദൈവമായി. ഈ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഒറ്റയ്ക്ക് താമസിക്കാൻ, അല്ലെങ്കിൽ സ്വസ്ഥതയ്ക്ക് വേണ്ടി. ചിലപ്പോ ഞാന് എന്തെങ്കിലൊക്കെ എഴുതി ഇച്ചിരി പഠിക്കുന്നുണ്ട്. ഈ ഇതും കൂടെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതി എളുപ്പമാണ്. പെട്ടെന്ന് ഇപ്പം SIBC-ക്കാര് എടുത്തിരുന്നത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പൂട്ട് പൊട്ടി, കട്ട പൂട്ടി. ആ അങ്ങോട്ട് കഴിയുന്ന പുത്തം അങ്ങോട്ട് വായിച്ചു തുടങ്ങുമ്പോൾ ഒരുത്തം വന്ന് ഡാഡി ഫോൺ വേണം, ആശ്രയം മൊത്തം ഈ ഫോൺ. അടുത്തവന് വേർത്തെ ഇറങ്ങി പോണോന്ന് ദേഷ്യപ്പെടും. അപ്പൊ ആ ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്ത് നഷ്ടപ്പെടുക? നമ്മൾ ആരാണെന്നോ എവിടെയാണെന്നോ. അപ്പൊ ശുശ്രൂഷയുടെ വെല്ലുവിളി അതിനേക്കാൾ ഭയങ്കരമല്ലേ? ഇത് പ്രാണനെതിരെ വെല്ലുവിളിയാണ്, രാജ്യത്തിനെതിരെ, അധികാരത്തിനെതിരെ, ശുശ്രൂഷക്കെതിരെ, ഭാവിക്കെതിരെ ഒരു സംഘം നമ്മളെക്കാൾ പ്രബലന്മാര്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ദൂരെ പോയി പാർക്കുന്നു, ഒളിച്ചു പാർക്കുന്നു. ഇവന്റെ ഭാര്യയുടെ പേര് എനിക്ക് അറിയത്തില്ല, അമ്മാമ്മയ്ക്ക് പോലും അറിയത്തില്ല അച്ഛൻ എവിടെ. പക്ഷെ ആകെ അറിയുന്ന ദൈവം. ആ വാക്ക് ശ്രദ്ധിച്ച അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ. ഇനി അത്ര തീർന്നില്ല, മേലെ കുളത്തിന്റെ നീർപ്പാത്തിക്ക് അറ്റത്ത്, സമുദ്രത്തിന്റെ അറ്റത്ത് പോയി നീ ഒളിച്ചു പാർത്താൽ, എത്ര അകന്നു പോയി പാർത്താൽ, എത്രത്തോളം ഐസൊലേറ്റഡ് ആയി പാർത്താൽ, എത്രത്തോളം ഡൗൺ റോഡിലായാലും, എത്രത്തോളം നീ തകർന്നു പോയാലും, ആ വീണ് കിടക്കുന്നിടത്ത് നിന്നെ തേടി വരുന്ന ദൈവത്തിന്റെ കരമുണ്ട്, തന്റെ വചനമുണ്ട്, തന്റെ ദൂതുണ്ട്. വചനം പറയുമ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി. മുൻപിൽ ഇനി ഒരു വഴിയുടെ മുമ്പിലില്ല. തകർന്നിരിക്കുന്നവരാണെങ്കിൽ അവിടെയും ദൈവത്തിന്റെ കരം നമ്മെ തേടി വരുന്നുണ്ട്, നമ്മെ അന്വേഷിച്ചു വരുന്നുണ്ട്. നമ്മെ കൃത്യമായ വഴി പറഞ്ഞു കൊടുത്ത് പ്രവാചകനായ യെശയ്യാവിനെയും തന്റെ മകൻ യാശൂബിനെയും ദൈവം അവിടേക്ക് അയക്കുക. എന്നിട്ട് ഒരു ദൂത് അവനെ പറഞ്ഞേൽപ്പിച്ചു. ആ ദൂതാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. 5-ാമത്തെ അധ്യായം മുതൽ, അല്ലെങ്കിൽ 4-ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ളതാണ് ആ ദൂത്. ഞാൻ വേഗം പറഞ്ഞു പോകാം. 1-ാമത്തെ ദൂത് സൂക്ഷിച്ച് കൊള്ളുക, അത്രയും പറഞ്ഞു നിർത്താം. അപ്പോ ബി കെയർഫുൾ, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ മുമ്പിൽ എതിർപ്പുണ്ട്, മുമ്പിൽ എന്തുണ്ട്? വിരോധമായി കൂട്ടുകെട്ടുണ്ട്, ഒരു പോരാട്ടമുണ്ട്, ഒരു അസ്വസ്ഥതയുണ്ട്, അന്യായമായി സംഘം ചേരലുണ്ട്, നിനക്കെതിരെ ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ. ഞാൻ ഈ ആദ്യമായിട്ട് ഈ റൂട്ടിൽ വരുന്നത്, സാധാരണ ഹൈറേറ്റിൽ വന്ന ശേഷം വണ്ടി ഓടിക്കാൻ പഠിച്ചു. എന്നാലും ഇതുവഴി വന്നപ്പം ഞാൻ വണ്ടി നിർത്തി ശരിക്കും കയറി തന്നെ വന്നത്, പെട്രോൾ ആക്കാൻ വേണ്ടി വേണ്ടത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചൊരു ആൾക്കാരെ കാണാൻ വേണ്ടി വരും. അതറിയാവുന്നത് കൊണ്ട് ഞാൻ വളരെ മുമ്പിൽ ഒരു വളവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, ഒരു തിരിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, ഡേഞ്ചറസ് കർവ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിജിലന്റ് ആയെങ്കിൽ ദൈവമക്കൾ നമ്മുടെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ ദിവസം വരെ, നല്ല ദാസനെ എന്ന് വിളിച്ച് തിരികെ വിളിക്കുന്ന ആ ദിവസം വരെ, ശുശ്രൂഷയുടെ ഒടുവിലത്തെ ദിവസം വരെ, ഭൂമിയിലെ അവസാനത്തെ സമയം വരെ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. ഇത് അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന
ക്രിസ്തീയ ജീവിതം ഇത് നിസ്സംഗതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ല. ഇതിനകത്ത് ബദ്ധശ്രദ്ധാലുക്കളായിരിക്കണം, അസാധാരണ ശ്രദ്ധ കൊടുത്ത് മുൻപോട്ട് പോകാൻ. നമുക്കിത് നിസ്സാരമാണ്. നമ്മളെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതം എന്തായി മാറി? ഒരു നിസ്സാരമായി മാറി. നിസ്സാരമായി കാണുന്നതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ കൊടുക്കേണ്ടി വന്ന വില ഇപ്പോഴും അറിയാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ ഏകജാതനായ മെശിഹാ തമ്പുരാൻ താൻ സ്വർഗീയ മഹിമകളെ വിട്ടിട്ട് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിച്ച് അവൻ മരിച്ചു, അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എഴുതിപ്പോയി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കൊടുക്കേണ്ടി വന്ന വില തിരിച്ചറിഞ്ഞാൽ ആരാധന നിസ്സംഗത മാറും, ആത്മീയ നിസ്സംഗത മാറും. അപ്പൊ ബി കെയർഫുൾ. ഒന്നാമത്തത് ശ്രദ്ധയോടെ ഇരിക്കുക, സൂക്ഷിച്ചു കൊടുക്കുക. രണ്ടാമത്തെ ഭാഗം വായിച്ചു വരുമ്പോൾ സാവധാനമായിരിക്കുക. മലയാളത്തില് സാവധാനം എന്ന് പറഞ്ഞാൽ പെതുക്കെ എന്നല്ല, ബി കാം, ശാന്തമായിരിക്കുക. ഈ നമ്മുടെ സമാധാനം കെട്ടുപോകുന്നതിന്റെ ഒത്തിരി കാരണമാണ്, ഒരുപാട് കാരണമാണ്. പക്ഷേ നമുക്ക് നിസ്സാര കാരണം മതി സമാധാനം കെട്ടുപോകാൻ. അടുത്തിരിക്കുന്ന വിശ്വാസം നമ്മളെ ചൊല്ലിയൊന്നും മിണ്ടിയില്ലെങ്കിൽ, കൈ കൊടുക്കാതെ പോയാൽ നമ്മുടെ അകത്ത് എന്തായിരിക്കും ആ വ്യക്തി എനിക്ക് കൈതരാതെ വിട്ടുകളയുന്നേ. അതൊന്നും നമ്മുടെ സ്വസ്ഥതയെ കെടുത്തരുത്. എന്ത് കേട്ടാലും നമ്മുടെ സമാധാനം നഷ്ടപ്പെടരുത്. കാര്യം ലോകത്തിൽ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല, അത് ക്രിസ്തുവിന്റെ സമാധാനമാണ്. അതെവിടെ വസിക്കുന്നത്? ഹൃദയത്തിനകത്ത് വസിക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ടാൽ ഓർത്തോണം, രോഗം അവിടെ ആരംഭിക്കുകയാണ്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഒന്നാമത്തെ ദൂത് ബി കെയർഫുൾ. രണ്ടാമത്തേത് ബി കാം ആൻഡ് ക്വയറ്റ്, ശാന്തമായിരിക്കുക. മൂന്നാമത്തെ ദൂത് പറയുന്നത് ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. ആ വാക്ക് ശ്രദ്ധിച്ചോ? പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം, അതായത് അരാമിന്റെയും രസീന്റെയും രമല്യാവിന്റെ മകന്റെയും ഉഗ്രകോപം നിമിത്തം. മൂന്നാമത്തെ ദൂത്, നീ ഭയപ്പെടേണ്ട. ഡോണ്ട് ബി അഫ്രൈഡ്. ഭയപ്പെടേണ്ട. സത്യത്തില് തങ്ങളെക്കാൾ വലിയ ഒരു സൈന്യം തങ്ങൾക്കെതിരെ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത് നമ്മൾ വിറച്ചു പോകും. കാര്യം ഇവൻ കാട്ടിലെ മരങ്ങള്, വൃക്ഷങ്ങള് കാറ്റ് കൊണ്ട് ഉലയുന്നത് പോലെ ഇങ്ങനെ കിടന്ന് ഉലയുക, അങ്ങനെ പറയുന്നത്. പക്ഷെ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് രണ്ട് ദൂത് പറയാം. ഒന്നാമത്തത് എബ്രായ ഭാഷയാണല്ലോ മൂലഭാഷ, പഴയ നിയമത്തിന്റെ. ഈ ഭയപ്പെടേണ്ട എന്ന വാക്കിന് അവിടെ ഒരു അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉള്ളത് എങ്ങനെയാണ്, ശരിക്കുള്ള അർത്ഥം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഞാൻ എബ്രായ ഭാഷ പഠിച്ചിട്ടില്ല, ബൈബിൾ സ്കൂളാണ് ഒരു സെമസ്റ്റർ ഇങ്ങനെ ഓടിച്ചു വിട്ടതേ ഉള്ളൂ. എന്നാലും അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ഇപ്പോ എനിക്കൊരു ശരാശരി ഒരു 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ, ഞാൻ ഇവിടെ എന്നെക്കാൾ പൊക്കം കുറഞ്ഞ ഒരാളെ ആരുമാണ് ഇദ്ദേഹത്തെ എല്ലാ ദിവസവും ക്ലാസ്സിലായി ഞാൻ ഉപദ്രവിക്കാൻ വരികയാണ്. എന്റെ കൈ തോരണ അടിക്കാൻ ഞാനിങ്ങനെ വരികയാണ്. ക്ലാസ് പേടിച്ചിരിക്കുക. കാര്യമുണ്ട്, അദ്ദേഹത്തെക്കാൾ ആരോഗ്യം എനിക്ക് ഉണ്ട്, ഉയരമുണ്ട്, ശക്തിയുണ്ട്. അപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ 6 അടി പൊക്കമുള്ള എന്റെ അടുക്കൽ നിൽക്കുന്നത് 16 അടി പൊക്കമുള്ള വേറൊരുത്തരാണ്. അദ്ദേഹം പറയുകയാണ്, ലാലിനെ. അപ്പൊ ഞാൻ ഭയക്കുന്നു. എനിക്ക് തടി പൊക്കമുള്ളൂ. 4 അടി പൊക്കമുള്ള നിന്നെ സഹായിക്കാൻ ആര് വരികയാണ്? 16. അതാണ് ഭയപ്പെടേണ്ട. നമ്മുടെ രോഗത്തെക്കാൾ വലിയവൻ, പിശാചിനേക്കാൾ വലിയവൻ, കടപ്പാടത്തെക്കാൾ വലിയവൻ, പോരാട്ടത്തെക്കാൾ വലിയവൻ, തകർക്കുമെന്ന് വാദിക്കുന്ന അന്ധകാര വ്യാപാരത്തെക്കാൾ വലിയ ഒരുത്തൻ അടുത്തെന്ന് പറയുന്നു. നീ ഭയപ്പെടേണ്ട. അത് ഒന്നാമത്തെ. രണ്ടാമത്തത് ആ ദൂതി കിടക്കുന്നത് നിന്നെ ഇപ്പം പിടിഞ്ഞും നിന്നെ ഇപ്പൊ കൊന്നുകളയും, നിന്റെ പേര് മായിച്ചു കളയും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒന്നാമത്തവന്റെ പേര് രസീൻ, രണ്ടാമത്തവന്റെ പേര് പേക്കഹ്. ഇവർ രണ്ടുപേരെ തമ്പുരാൻ വിളിക്കുക. അവർ പുകയുന്ന മുറിക്കൊള്ളി എന്ന് പറഞ്ഞാൽ ആകപ്പാട് ഇത്രയേ ഉള്ളൂ. അത് ചിലപ്പോ 2 മിനിറ്റ് കൂടെ പുകയും, അത് കഴിഞ്ഞ് കെട്ടുപോകും. നീ അതിനകത്ത് തീ ഉണ്ടാകത്തില്ല, നിന്നെ ജ്വലിപ്പിക്കത്തില്ല, നിന്നെ കത്തിക്കത്തില്ല, നിന്നെ തൊടത്തില്ല, നിന്നെ കഴിക്കാൻ കഴിയത്തില്ല. 2 മിനിറ്റ് നിന്റെ കാഴ്ച മൂടി വെക്കാം, 2 മിനിറ്റ് നിന്റെ ശ്വാസം മുട്ടിക്കാൻ കഴിയേക്കും, 2 മിനിറ്റ് മുമ്പ് നിന്റെ ദർശനത്തെ മറക്കാൻ കഴിയേക്കും. പക്ഷേ അത് കത്തത്തില്ല, അത് കെട്ടുപോകും. അത് ആത്മീക പോരാട്ടങ്ങൾ കെട്ടുപോകും, രോഗബന്ധനങ്ങൾ കെട്ടുപോകും, വെല്ലുവിളികൾ കെട്ടുപോകും, വൈശാഖിക മണ്ഡലങ്ങൾ അതിന്റെ പോലെ
രസീന്റെ വിളച്ചിലുകൾ നീ ഭയപ്പെടേണ്ട. അതിന് ആകപ്പാടെ ആയുസ് ഇത്രയ്ക്ക് ഉള്ളൂ. ഇപ്പോഴൊക്കെ ഗ്യാസൊക്കെ വന്നിട്ട് പിള്ളേർക്ക് പരിചയം കാണത്തില്ല. നമ്മുടെയൊക്കെ അമ്മമാര് വിറക് കഷ്ണം എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് കഞ്ഞി വെന്ത് കഴിയുമ്പോ, കറി വെന്ത് കഴിയുമ്പോ ആ വിറക് കഷ്ണം വലിച്ച് പുറകോട്ടിടും. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒന്ന് കുടയും. നന്നായി വെള്ളം കുറഞ്ഞാൽ കുറച്ച് നേരം കൂടെ അതൊന്ന് പുകയും. പക്ഷെ പിന്നെ കത്തിയിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ പെഗഹിന്റെ പോരാട്ടം. തോമസ് പാഷ അത്രയേ ഉള്ളൂ ഈ അന്ധകാര വ്യാപാരത്തിന്. ചിന്നക്കനാലിലും അതുണ്ടാകും, മറയൂരും ഉണ്ടാകും, മാങ്കുളത്തും ഉണ്ടാകും, പാഷ പ്രവർത്തിക്കുന്ന പാറത്തോടും ഉണ്ടാകും, ഏറത്തും ഉണ്ടാകും, രാജകുമാരി അണക്കരയിലും ഉണ്ടാകും. പക്ഷെ അത് പുകയ്ക്കും. നമ്മളെ അല്പനേരം പുക നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും, ശ്വാസം മുട്ടിക്കും, അടുത്ത ചില മിനിറ്റുകൾ ചിലപ്പോൾ കാഴ്ച മറയ്ക്കും. പക്ഷെ ആ പുക നിൽക്കും. കത്താൻ ദൈവം അനുവദിക്കത്തില്ല. കത്താൻ അത് പറയാൻ വേണ്ടിയാണ് അരക്കുകാരന്റെ നീർപ്പാത്തിക്ക് അരികെ അറ്റത്തൊളിച്ചിരുന്ന നിന്റെ അടുക്കല് ഇത് മതി എന്ന് പറഞ്ഞ്, ഇനി കൊട്ടാരം വേണ്ട, അധികാരം വേണ്ട, ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞ് ഒളിച്ചു വാർത്ത നിന്റെ അടുക്കിലേക്ക്, ആഹാസിന്റെ അടുക്കിലേക്ക് ദൈവം തന്റെ ദാസനായ യെശയ്യാവിനെ അയച്ചു. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. പുകയുന്ന മുറിക്കുള്ളിൽ ഉഗ്രകോപമുണ്ട്, പക്ഷെ പുകയത്തെ ഉണ്ട്. എന്നെ ഒരുപാട് തവണ ബലപ്പെടുത്തിയ വാക്കാണ്. ആരൊക്കെ പല്ലിലിറങ്ങിയാലും എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ അത് പുകയത്തെ ഉള്ളു. പക്ഷെ അനുവദിക്കൂ, ഇല്ലെങ്കിൽ ഇവിടെ നിർത്തുമോ? നമ്മൂല ഇവിടെ പിറക്കും. അച്ഛൻ പല്ലിലിറങ്ങി എത്ര പേരുകളിലേക്ക് നശിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചു ഇല്ലേ? അയ്യോ, പക്ഷെ ഇന്നും നിൽക്കുന്നതിന്റെ കാരണം എന്റെ മിടുക്കല്ല. ഒറ്റപ്പെട്ട സ്ഥലത്ത്, തകർന്ന സ്ഥലത്ത്, ക്ഷീണിച്ച സ്ഥലത്ത് തേടി വന്ന ദൈവശബ്ദമാണ്. ആ ശബ്ദം ഇന്ന് പകൽ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. ആ ശബ്ദം പറയുന്നു, ഭയപ്പെടേണ്ട, ഇതെല്ലാം പുകയുന്ന കൊള്ളിയാണ്, അത് വേഗത്തിൽ കെട്ടുപോകും, വേഗത്തിൽ കെട്ടുപോകും. അവസാനിപ്പിക്കട്ടെ. അവസാനത്തെ ദൂതാണ്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ ഇനി കുറച്ച് കാര്യമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് ഞാനിനി പറയാൻ പോകുന്നത്. 7ാമത്തെ വാക്യം ഇനി താഴോട്ട് വായിച്ചു നിർത്താം. 7ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച് സഹായിക്കണേ. കർത്താവ്, യഹോവയായ കർത്താവ് ഇപ്രകാരം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല. That will not happen. That will not take place. എന്തായിരുന്നു വാക്യം? ആ പശ്ചാത്തലം ആരെ മുടിച്ചു കളയണം? യോദ്ധാവിന്റെ മകനായ ആഹാസിനെ. ആരുടെ പദ്ധതിയാണ്? പേക്കഹിന്റെയും രസീന്റെയും പദ്ധതി. അന്യായമായ വിരോധമായ കൂട്ടുകെട്ടുകൾ, ഗൂഢാലോചനകൾ, തന്ത്രങ്ങൾ, പൈശാചിക മണ്ഡലങ്ങളിലെ. പക്ഷെ വചനം പറയുന്നു, that will not happen, that will not take place. അത് നടക്കത്തില്ല. എത്ര പേർക്ക് വാളുകൊണ്ട് പറയാൻ കഴിയും? എനിക്കെതിരായ ശത്രുവിന്റെ പദ്ധതികൾ നടക്കത്തില്ല, അത് സംഭവിക്കത്തില്ല. എന്റെ തലമുറയ്ക്കെതിരായ ശത്രുവിന്റെ പ്രവർത്തികൾ, പദ്ധതികൾ, അത് നടക്കത്തില്ല, അത് സംഭവിക്കത്തില്ല. എന്റെ ശുശ്രൂഷയ്ക്കെതിരായ പൈശാചിക തന്ത്രങ്ങൾ വിജയിക്കത്തില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. കാര്യം ഇത് പറയുന്നത് ആരാണെന്നറിയാമോ? ദൈവമാണ്. ഇനി അത് ഇച്ചിരി കട്ടിയ ദൂതായാണ് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. 65 വർഷത്തിനകം രസീൻ ഒരു രാജ്യമല്ല, എഫ്രൈം ഒരു ജനമല്ലാതായി തീരത്തക്കവണ്ണം തകർന്നു പോകും. നടന്നില്ലേ? BC 722 അസീര്യക്കാര് വന്നു, അശൂര് വന്നു, ഇന്നത്തെ ഇറാഖ് വന്നു, നിലവെ തലസ്ഥാനമായിരുന്ന അന്നത്തെ സാമ്രാജ്യ ശക്തി വന്നു. ഇവരെ ഒന്നൊഴിയാതെ പിടിച്ചുകൊണ്ടുപോയി, ചിതറിപ്പോയി. 10 ഗോത്രങ്ങൾ ഭൂമുഖത്ത് ഇന്നും വേണ്ട നിലയിലില്ല. തമ്പുരാൻ ദൂത് പറഞ്ഞവരെതിരെ, ദൂതുള്ളവരെതിരെ, പദ്ധതിയുള്ളവരെതിരെ, വാഗ്ദത്തമുള്ളവരെതിരെ, ദൈവം അയച്ചവരെതിരെ എത്ര എണ്ണം, എത്ര സംഘം, എത്ര വോട്ടിട്ട് കൂടിയാലും പാസ്റ്ററെ പേടിക്കണ്ട. നിന്റെ മേൽ, എന്റെ മേൽ ഒരു നിയോഗം ഉണ്ടെങ്കിൽ തനിച്ചായി നിൽക്കേണ്ടി വന്നാൽ പദ്ധതി ഇട്ടവന്റെ അവന്റെ വേറെ അറുത്തെടുക്കുന്നത് കണ്ണിന് മുമ്പിൽ കാണും. ശാപത്തിലേക്ക് പറയുന്നതല്ല, കണ്ടിട്ടാ പറയുന്നത്. വെളിപ്പാടുള്ളവരെ നിന്നാൽ സൂക്ഷിച്ചോണം, അപകടം മുമ്പിൽ. ദൈവം അയച്ചിട്ടാ പോയെങ്കിൽ പാസ്റ്ററെ അധൈര്യപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. എതിർക്കുന്നവർ എത്ര സംഘമാണെങ്കിലും തമ്പുരാൻ നമ്മുടെ മുമ്പിൽ അത് പിഴുതു വീഴുന്നു. ജനമല്ലാതാകും വണ്ണം രസീനെ
വേക്കഹിനെയും ദൈവം തകർത്തു. നിർത്തട്ടെ. ഒടുവിലത്തെ ഭാഗം, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, ഇത്രയും പറഞ്ഞിട്ട് തമ്പുരാൻ പറയുകയാണ് ദാസനോട്, ഇത്രയും ദൂരം ഞാൻ പറഞ്ഞു, പക്ഷെ നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല. ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. 2005 എന്നെ അന്നത്തെ സെക്രട്ടറി ഫിന്ദിജോർ സാർ തൃക്കുന്നപ്പുഴയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അവിടെ ചെന്നപ്പോ പട്ടി വെട്ടി കിടക്കുന്ന ഒരു പള്ളി, ആസ്നേജയുടെ കൂട്ടൊക്കെ പുറത്തെടുക്കണം, നാട്ടുകാർ സന്ധിക്ക് വന്നിട്ട് കള്ളു കുടിക്കുന്ന പള്ളിക്കകത്ത് ചീട്ട് കളിച്ച് എൻ്റെ മുറിക്കഷ്ണങ്ങൾ അത് കിടപ്പുണ്ട്. ഇടുക്കിക്കാരൻ, കുമളിക്കാരൻ, കുട്ടിക്കാരൻ കുര്യാക്കോസ് മാസ്റ്റർ പ്രസ്ക്രിപ്റ്റർ എന്നെ കൊണ്ടുപോയി കാണിച്ചു. പള്ളി കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇന്ന് രാത്രി ഇവിടെ എന്നെ അദ്ദേഹം കാർത്തിക്കുള്ളിൽ കൊണ്ട് താമസിച്ചു. കുട്ടിക്ക് അപേക്ഷ വന്നു, ആരാധന തുടങ്ങി. അവിടെ 23 ലക്ഷം രൂപ പള്ളിയിൽ നിന്ന് ഒരു രൂപ പിരിക്കാതെ ഞാൻ പോലും അറിയാത്ത കാണാത്ത ഒരാള് 18 ലക്ഷം രൂപയുടെ ഡോളർ എനിക്ക് അയച്ചു തരുന്നു. അദ്ദേഹത്തെ കണ്ടത് ഈ കഴിഞ്ഞ വർഷം അമേരിക്ക പോയപ്പോഴാണ്. പക്ഷെ തമ്പുരാൻ എന്ത് ചെയ്തു? തകർത്ത് കളയുമെന്ന് പറഞ്ഞത്, പച്ച പിടിക്കട്ടെന്ന് പറഞ്ഞത്. ദൈവം പച്ച പിടിച്ചെങ്കിൽ പാറത്തൂരിൽ പച്ച പിടിക്കും, മറയൂരിൽ പച്ച പിടിക്കും, രാജകുമാരി പച്ച പിടിക്കും, ചിന്നക്കനാലിൽ പച്ച പിടിക്കും. മൂന്നാറിൽ സംഭവിച്ചത് അവിടെയും സംഭവിക്കും. ഇദ്ദേഹത്തിന്റെ സഭ മച്ചിപ്ലാവിൽ സംഭവിച്ചത് അവിടെയും സംഭവിക്കും. അടിമാലിൽ സംഭവിച്ചത് അവിടെയും സംഭവിക്കും. പക്ഷേ ദൈവം നമ്മെ ഉറപ്പിക്കും, ദൈവം നമ്മെ ക്രമപ്പെടുത്തും, ദൈവം നമ്മെ സ്ഥിരമാക്കും. പക്ഷെ അകത്ത് എന്ത് വേണം? വിളിച്ചത് ദൈവമാണ്. ഈ കുറ്റം പറയുന്നവരുടെ വാക്കുകൾ കേൾക്കണ്ട, എതിർക്കുന്നവരുടെ വാക്ക് കേൾക്കണ്ട. ഒരൊറ്റ വാക്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ആരാണോ നമ്മളെ വിളിച്ചത് അവന്റെ വാക്കിൽ വിശ്വസിച്ചാൽ നമുക്ക് സ്ഥിരവാസം. ബിലീവ് ആൻഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് കുടുംബമായി നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച കർത്താവിന്റെ ദാസനോട്, ദൈവസഭയോട്, വിശേഷാൽ ഈ സെക്ഷൻ പ്രസ്പെക്ടറോട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ സഹായിക്കും. നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഞങ്ങൾ ഭവനമില്ലാതെ വളരെ കാലം കൊടുക്കുന്നു. ദൈവം കൃപയാൽ കഴിഞ്ഞ ദിവസം നമുക്കൊരു ഭവനം ലഭിക്കുവാൻ തക്കോളത്തിയായി. അവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത് ദൈവസഭ അടിമൽ സെഷൻ ദൈവാസനം പ്രവർത്തിക്കണം. ആത്മാക്കളെ ലഭിക്കേണ്ടതിന് വേണ്ടിയും അവിടെ ശക്തമായി നടത്തേണ്ടതിന് വേണ്ടിയും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ മുൻപോട്ട് പോകാൻ ഈ സഹായിക്കുന്ന ഞങ്ങളുടെ കുടുംബമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നിൽക്കുമ്പോൾ ഇതെൻ്റെ മാതൃസഭയാണ്. ദൈവം എന്നെ വളരെ ഉയർത്തിയൊരു സഭയാണ്. ഇപ്പോൾ ഞാൻ ചിന്നക്കനാലിൽ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു സിസ്റ്റർ ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ആഴ്ചയായിട്ട് ഒരു കുടുംബം എസ്റ്റേറ്റ് പൂപ്പാറയിൽ ഞങ്ങൾ കടന്നു വരുന്നുണ്ട്. ദൈവം ഞങ്ങളെ ആ സ്ഥലത്ത് മാനിക്കുന്നു. അതിൽ സെക്ഷൻ്റെ പ്രാർത്ഥന വലിയ അനുഗ്രഹമാണ്, സപ്പോർട്ടും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് താഴ്ന്നിരിക്കുന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടിമാലി സെക്ഷൻ ഹോസ്പിറ്റൽ ഇവിടെ ആയിരിക്കുന്ന മറ്റെല്ലാ ദൈവദാസന്മാരും, വിശേഷാൽ മുഖ്യ അതിഥിയായിട്ട് കടന്നു വന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന റോയ്സ് പാസ്റ്റർ, അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവജനത്തിൽ ഇവിടെ ആയിരിക്കുന്ന പാസ്റ്ററും ക്രിസ്ത്യന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ചില വിശ്വാസികൾക്കും സഭയിലുള്ള ചില പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. രാജകുമാരിയുടെ പ്രവർത്തനങ്ങൾ കൃപയാൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. കുഞ്ഞുമായിട്ട് വെളിയിലുണ്ട്. രാജകുമാരിന്റെ പ്രവർത്തനങ്ങൾ കൃപയാൽ സന്തോഷമായിട്ട് പോകുന്നു. നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥന ഓർക്കണമെന്ന് ദൈവസന്നിധി അപേക്ഷിച്ചുകൊണ്ട് താണിരിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ മറയൂരിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മറയൂരിലെ പ്രവർത്തനങ്ങൾ ഞാൻ മാത്രമേ മറയൂരിൽ നിന്ന് വന്നിട്ടുള്ളൂ. എൻ്റെ പേര് ലാലെന്നാണ്. മറയൂരിലെ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ മുമ്പിൽ വന്നു. എങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ പാർത്തുകൊണ്ട് വേല ചെയ്തുകൊണ്ടിരുന്ന ആ കെട്ടിടം
വലിയൊരു തുകയ്ക്ക് നമ്മളോട് ഒരു 29 ലക്ഷത്തിന് കൈമാറാമെന്നുള്ളൊരു വാക്കിൻ പുറത്താണ് ഞങ്ങൾ ആ റൂം എടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ പെട്ടെന്ന് അവർക്ക് 39 ലക്ഷം രൂപയ്ക്ക് അത് മറിച്ച് വിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് കൈമോശം വന്നപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. 21 ദിവസം പാസിങ്ങിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഈ ദുഃഖകരമായ വാർത്ത കേട്ടത്. എന്നാൽ ആ വാർത്തയ്ക്ക് ദുഃഖമുണ്ടായിരുന്നെങ്കിലും ഹൃദയത്തിലേക്ക് ആഴമായ വേദനയൊന്നും പോയില്ല. വളരെ സന്തോഷമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കൃപയാൽ ഒരു മനോഹരമായൊരു ഹോള് കിട്ടുവാനിടയെ തീർന്നു. ഞങ്ങൾ അങ്ങോട്ട് മാറിയിട്ടില്ല. ആരാധനയ്ക്കായിട്ടൊരു ഹോളും ഇന്നുവരെ ആരും താമസിച്ചിട്ടില്ലാത്തൊരു പുതിയ വീട്ടിലേക്ക് താമസത്തിനുള്ളതായ ക്രമീകരണവും ദൈവം ഒരുക്കിയിരിക്കുകയാണ്. സ്തോത്രം. മുറിയിലെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. പുതുതായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഫാമിലി കടന്നു വരാനിടയെ തീർന്നു. അദ്ദേഹം ഒരു ദുബായിക്കാരനാണ്. കഴിഞ്ഞ 40 വർഷക്കാലം ദുബായിൽ പോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാനും ഒരു വിശ്വാസിയായിരുന്നു എന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴെന്നോട് ഒരു വീടിൻ്റെ പാല് കാച്ചാനായിട്ട് നമ്മുടെ ചർച്ചയിൽ വരുന്ന ഒരു സഹോദരിയുടെ സ്വന്തക്കാരനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കടന്നു വന്നപ്പോഴിങ്ങനെ പറഞ്ഞു, ഞാനും ഒരു പെന്തിക്കോസുകാരനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്തോ ആയിരുന്നു, പിന്നിലെ ചരിത്രങ്ങളൊന്നും അന്വേഷിച്ചില്ലെന്ന്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പുള്ളി വളരെ ദുഃഖിതനായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ പോയി സന്ദർശിക്കുകയും നിരാശാബാധിതനായിരുന്ന ആ മനുഷ്യനെ പൊക്കിക്കൊണ്ടുവരാൻ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ അവർ 3 ആഴ്ചയായിട്ട് ആരാധനയ്ക്ക് വരുന്നുണ്ട്. പുതുതായിട്ട് ചില വ്യക്തികൾ കടന്നു വരുന്നു. ഞാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് മാങ്കുളത്ത് വെച്ച് പറഞ്ഞതുപോലെ 1000 ദിവസത്തെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ഞങ്ങളുടെ മറവിൻ്റെ വിവിധ ഇടങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആർക്കൊക്കെ ദൈവവചനം കേൾക്കണമോ ആർക്കൊക്കെ പഠിക്കണമോ അവരെ തനിച്ച് ഒരു വ്യക്തി കിട്ടിയാലും അവിടെ പോയി ദൈവവചനം പറഞ്ഞു കൊടുക്കാനും അവരെ കൃപയിലേക്ക് നടത്തുവാനും ദൈവം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ വിശ്വാസത്തിൽ കടന്നു വന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവ പ്രവൃത്തി കാണുവാനായിട്ട് വലിയ പ്രതീക്ഷയോടെ വിശേഷമായിട്ട് കുട്ടികളെ ഒരു 15 കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല ഒരു അനുഗ്രഹീതരായ 15 കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റൊരു ചിൽഡ്രൻസ് മിനിസ്ട്രിയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും 15 കുട്ടികൾക്ക് എല്ലാ ദിവസവും അവർ വീട്ടിൽ വരും, എല്ലാ ദിവസവും വചനം പഠിക്കും, എല്ലാ ദിവസവും വാക്യങ്ങൾ പഠിക്കും. അവർക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് 2 ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് വചനം പഠിക്കുകയും പാട്ട് പഠിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനിയും ചിലരെയും കൂടെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. വിശേഷമായിട്ട് നമ്മുടെ ഈ സെക്ഷൻ്റെ അധ്യക്ഷനെയും നമ്മുടെ അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെയും സെക്ഷൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ യോഗത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവമക്കളായ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തന്നെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീറ്റിംഗിൽ ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേക പ്രിയ റോയിസപ്പാസക്കാണ് പ്രിയപ്പെട്ടവരാണ് ദൈവദാസൻ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊരു സെക്ഷനിലുണ്ടായിരുന്നു. ആലപ്പുഴ സെക്ഷനിൽ ഒരുമിച്ച് ഇരുന്ന സമയത്തും ആലപ്പുഴ നോർത്ത് സൗത്ത് വയസ്സിന് ശേഷവും ഞങ്ങൾ ഒരുമിച്ച് ഒരു സെക്ഷനിലുണ്ടായിരുന്നു. പേര് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എപ്പോഴും പേരെ വിളിക്കാറ് റോയിസ പാസ്റ്റർ നാട്ടിലോട്ട് വരുത്തിട്ട് ക്ഷമിക്കുക. പ്രിയ റോയിസ പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊരുമിച്ച് ഞങ്ങൾ ഒത്തിരി മാസങ്ങളും ഒത്തിരി മീറ്റിങ്ങുകളും ഒത്തിരി സൺഡേ സ്കൂൾസിങ് താലന്ത് പരിശോധനകളും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അതെല്ലാം സന്തോഷത്തോടെ ഓർക്കുന്നു. ദീർഘദൂരങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ എന്ന് ഒരുമിച്ച് കാണാൻ ദൈവം അവസരം തന്നല്ലോ. ഞങ്ങളുടെ കർത്താവ് ക്ഷേമത്തോടെ സഭയായി സൂക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അപകടം ഉണ്ടായി. കാലിന് അല്പമല്ലാത്ത വേദന ഇപ്പോഴും ഉണ്ട്. കടന്നു വരാൻ പറ്റുമെന്ന് വിചാരിച്ചത് ആണെന്ന് പഠിക്കാൻ അല്പം തടസ്സമുണ്ടായിരുന്നു. എങ്കിലും ദൈവക്ഷേമത്തോടെ കൊണ്ടുവന്നു. അത്ഭുതകരമായിട്ട് ദൈവം വിടുവിച്ചു. മരണത്തിലേക്ക് പോകേണ്ടതാണ്. ഒരു കുത്തനെ ഇറക്കമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വരുന്നത്, ചർച്ചയിൽ നിന്ന് ഇറക്കി വരുന്നത്. അവിടെ വെച്ച് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയി, വണ്ടി മറിഞ്ഞു പോയി. പക്ഷെ ഞാൻ മറിഞ്ഞു വീണില്ല. ദൈവം ക്ഷേമത്തോടെ സൂക്ഷിച്ചു. ഇടത്തേക്കാൻ അല്പമല്ലാത്ത വേദനയുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവം മനസ്സിലാക്കി. സഭയെയും ആപത്തിൽ നിന്ന് അനർത്ഥയിൽ നിന്ന് വിടുവിച്ചതിനായി കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്.
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മൊത്തം ഉണ്ടായിരിക്കട്ടെ. അവർക്ക് ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാർത്ഥന വിഷയം മാത്രം ഓർപ്പിച്ച ദിവസം ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ചർച്ചിലെ സൗജാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചില ദിവസങ്ങളായി ശാരീരികമായി വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. അവരെ ഓർത്ത് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടിമാലി സഭ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ നാമബോധപ്പെടേണ്ട പ്രാർത്ഥന ഓർക്കണമെന്ന് ഓർപ്പിച്ച് ദിവസത്തിലേക്ക് സഭയെയും കർത്താരദാസനെയും ആരോഗ്യമായി കിടക്കുന്ന അദ്ദേഹത്തെയും കർത്താവ് സൗഖ്യമാക്കേണ്ടത് കരങ്ങളിൽ വെച്ച് കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മംഗളം സഭയിൽ ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഞങ്ങൾക്ക് ചിലർക്ക് ഈ മാസയോഗത്തിൽ വന്ന് സംബന്ധിപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയതോർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് മുഖ്യാതിഥിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ റോയ്സ് പാസ്റ്ററോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ സീനിയറായിട്ട് രണ്ടാമത് ഇൻ്റർവ്യൂ ചെയ്യാൻ പാസ്റ്റർ വന്നപ്പോൾ എൻ്റെ സീനിയറായിട്ട് പ്രിയ അച്ഛൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം പഠിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. അതിനനന്തരവും ഒത്തിരി അവസരങ്ങളിൽ ഞങ്ങളെ ഓർക്കുകയും പല സമയങ്ങളിൽ വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്ത ദൈവവൃത്യനാണ് പ്രിയ റോയ്സൻ പാസ്റ്റർ. ദൈവത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സെക്ഷനിലെ എല്ലാ ദൈവദാസന്മാരെയും ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാർത്ഥനാ വിഷയം ദൈവസഭയുടെ മുമ്പാകെ വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ ഞങ്ങൾ മാംഗളം സഭ കഴിഞ്ഞ മാസം നടന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് വാങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 22 ലക്ഷം രൂപയാണ്. എന്നാൽ 17 ലക്ഷം രൂപ വരെ കൊടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. മെയ് മാസം 15-ാം തീയതി നമ്മുടെ കരാറിൻ്റെ കാലാവധി തീരുകയാണ്. അതിൻ്റെ ഓണർ പുറത്തായിരുന്നു. എന്നാൽ അദ്ദേഹം 7-ാം തീയതി നാട്ടിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ബാക്കിയുള്ള 5 ലക്ഷം രൂപ കൂടെ കൊടുത്ത് നമുക്ക് ആ കരാറ് എഗ്രിമെൻ്റ് കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പ്രമാണം ചെയ്യണം. എന്നാൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ 1 രൂപ പോലും ആയിട്ടില്ല. വിശേഷാൽ ദൈവമക്കൾ നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ടൗണിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായൊരു ഹോളും ഏകദേശം ഒരു 200ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഹോളും മനോഹരമായൊരു പാഴ്സലും ഉള്ളതാണ് കെട്ടിടം. നമുക്കത് നഷ്ടമാകാതെ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവമക്കളുടെ എല്ലാ വിലപ്പെട്ട പ്രാർത്ഥനകൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ചോദിക്കുകയാണ്. അതുപോലെ പ്രവർത്തനങ്ങളെല്ലാം സന്തോഷമായി പോകുന്നു. ചിലരൊക്കെ ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ മെയ് മാസം 2nd വീക്ക് ഒരു ചെറിയ VBS ഒരു മിനി കൺവെൻഷൻ നടത്താൻ വേണ്ടി ഞങ്ങളെല്ലാം ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് അടിമാലി സെക്ഷൻ ദൈവസഭകളുടെയും ദേവദാസന്മാരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഇതുവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവിൻ്റെ വലിയ ധാരണമായ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യരെ ദേവദാസന്മാർ ദൈവമക്കളെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഞങ്ങളുടെ മൂന്നാറിലെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായിട്ട് പോകുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ 2025 തുടക്കം മുതൽ അത്ര ഒരു സുഖകരമായ ഒരു അന്തരീക്ഷമല്ല ഞങ്ങളുടെ ചർച്ചിലുള്ളത്. നമുക്കറിയാം, കുറച്ച് ആളുകൾ കൂടുതലുണ്ട് എന്നതൊരു സത്യമായിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2012 ജനുവരി മാസം മുതൽ മെയ് മാസം അവസാനം വരെ ഭയങ്കര സ്ട്രഗിളിൽ കൂടെ പോകേണ്ടി വന്നു. ഒരുപാട് ആക്സിഡൻസ്, ഞങ്ങൾക്കുൾപ്പെടെ നിറയെ ആക്സിഡൻസ്, രോഗങ്ങൾ. എൻ്റെ അമ്മയ്ക്ക് വളരെ സുഖമില്ലായിരുന്നു. അമ്മ മെയ് മാസത്തിൽ മരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് ആ ജൂൺ മാസം ആയപ്പോൾ വാസ്തവത്തിൽ സഭയിലൊരു ഭയങ്കര ആത്മപകർച്ച തുടങ്ങി. കാരണം ഞാൻ 21 ദിവസം ഉപവാസം ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ അമ്മ 15-ാമത്തെ ദിവസം മരിക്കുന്നത്. ഞാനെപ്പോഴും ഉപവാസമൊന്നും ബ്രേക്ക് ചെയ്തില്ല. എൻ്റെ അമ്മയെ കൊണ്ട് അടക്കമൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്ന് ഉപവാസം കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ അത് പൂർത്തീകരിച്ചപ്പോഴത്തേക്കൊരു സഭയിലൊരു വലിയ ആത്മപകർച്ച, ഒരു ഭയങ്കര വിടുതലും സംഭവിച്ചു. സഭ ഭയങ്കരമായിട്ട് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി, വളരാനായിട്ടും ആരംഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ ജനുവരി ആരംഭിച്ചപ്പോൾ മുതൽ സഭയിൽ ഒരുപാട് പേർക്ക് രോഗങ്ങൾ, ആക്സിഡൻസ്, ചിലർ എല്ലാവരും ഓരോ കാര്യങ്ങളിൽ നിന്നൊക്കെ റിക്കവറായി വരുന്നുണ്ട്. എന്നാൽ
സാമാന്യമായ ബുദ്ധിക്കും അപ്പുറത്തുള്ള ചില പ്രതിസന്ധികളും ചില പ്രശ്നങ്ങളും വിശ്വാസികളിൽ പലർക്കും ഇപ്പോഴുണ്ട്. പല ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റായിരിക്കുന്നുണ്ട്. തൃശ്ശൂർ ജൂബിലി മിഷനിൽ ഒരാളുണ്ട്, ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്, ഒരമ്മ സ്ട്രോക്കായി ഇപ്പോൾ വീട്ടിൽ കിടക്കുന്നുണ്ട്, ഒരു പയ്യൻ ആക്സിഡൻ്റായി, അവന് ഹെഡ് ഇഞ്ചുറി ആയി. അവൻ ദൈവത്തിൻ്റെ കൃപയാണ്, 6 മാസമൊക്കെ ആയാലും അവൻ ശരിയാകുമോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് അവൻ ശരിയായ ചർച്ചിലേക്ക് അവൻ തിരിച്ചു വന്നു. അതുപോലെ വേറെയും പല ആളുകൾ, ഒരുപാട് ആളുകൾ രോഗവും പല പ്രതിസന്ധികളും അനുഭവിക്കുന്നവരുണ്ട്. ഞാനിത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി ഒരു സ്തോത്രം പറഞ്ഞു. ഞാൻ പേരുകൾ ഓരോരുത്തരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മ വരത്തില്ല എന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു സ്തോത്രം ചെയ്യണം. എനിക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തോന്നിയ ഒരു കാര്യം, വീണ്ടും ഒരു 2012 റിപ്പീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീലിംഗ് ഉണ്ടായി. ആമേൻ. ഞാനത് പറയുകയും ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് ഈ ആരംഭ സമയങ്ങൾ നമുക്ക് ചില പ്രശ്നമായിരിക്കും, പലരും അത് പറയുണ്ടായി. കർത്താവ് നല്ലവനാണ്, ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു വലിയ വളർച്ചയ്ക്ക് മുന്നോടിയായി അനുവദിച്ച ഒരു പോരാട്ടമായി മാത്രം അതിനെ കാണും. നിങ്ങളെല്ലാവരും ഇടയ്ക്കൊരു സ്തോത്രം 3 ഓർത്ത് പറയണം. നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ആത്മീയ പോരാട്ടത്തെയും കർത്താവിന് മേൽ ജയം നൽകേണ്ടതിനായി കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തോത്രം ചെയ്താണ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂട്ടുകാട് ഉള്ളതായ ദൈവസഭയുടേതായ പുരോഗതിക്ക് വേണ്ടി സ്തോത്രം വലിയ പ്രാർത്ഥിക്കുന്നതായ സെക്ഷനുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, ദൈവത്തിൻ്റെ ജനത്തെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ സ്തോത്രം വലിയ ദേശത്തിൻ്റെ മധ്യത്തിന്മേൽ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകർ കൂടി വന്ന് ദൈവത്തിൻ്റെ നാമത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുവാൻ തക്കവണ്ണമായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കൂട്ടുകാടുള്ളതായ സഭയെക്കുറിച്ച് സ്തോത്രം വലിയ നിങ്ങൾക്ക് സ്തോത്രം അറിയാവുന്നതുപോലെ കുഞ്ചിത്തണ്ണി കഴിഞ്ഞാൽ ദിവക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനങ്ങൾക്ക് സ്തോത്രം 8-10 കിലോമീറ്ററിനുള്ളിൽ എല്ലാ മാലിന്യങ്ങളും എല്ലാ അസ്വസ്ഥതകളും ഉള്ളതായി അടിഞ്ഞുകൂടുന്നതായ ഒരു താഴ്വരയാണ് ഈ മുട്ടുകാട് ദേശം. അതിന് മധ്യത്തിന്മേലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ചതായ ദൈവമക്കളുടെയും ജീവിതത്തിന്മേൽ പോരാട്ടങ്ങളും പ്രതികൂലവും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ മധ്യത്തിന്മേൽ ഈ സഭയെ ഓർത്തുകൊണ്ട് ഇവിടെയുള്ള ദൈവജനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കടന്നു വന്ന നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി വന്ദനം ചെയ്യുകയാണ്. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ ദേശത്തിൻ്റെ മധ്യത്തിന്മേലെ സ്തോത്രം നിലനിൽക്കുവാൻ കർത്താവ് കഴിഞ്ഞ 28 വർഷക്കാലമായി കർത്താവ് എന്നെ സഹായിച്ചു. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ ദേശത്തിൻ്റെ മധ്യത്തിന്മേൽ നിലനിൽക്കുന്നത്. പ്രേക്ഷകരോടല്ലെങ്കിൽ എവിടെ പറക്കുവാനായിട്ട് ഭവനമില്ലായിരുന്ന സമയത്താണ് നിങ്ങളെ കുഞ്ചിത്തണ്ണിയിലേക്ക് പോയത്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് പ്രേക്ഷകരോടെ ഒരു ആലയം പണിയുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ നാമത്തിൽ ഈ വർഷം ആരംഭത്തിൽ തന്നെ പ്രേക്ഷകരോട് വലിയ ദൈവപ്രവൃത്തികളെ സ്തോത്രം ഒരു ആത്മീയമായ ഒരു ആഗോളപരകരമായ ഒരു ഉണർവിന് വേണ്ടി ദൈവസഭ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയോട് അരുളി ചെയ്തുകൊണ്ട് അതിന് ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണമായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ നാമം അതിൽ കൂടി മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് എല്ലാവരെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് മുട്ടുകാട് സഭയെ ഓർത്ത് ഇവിടെയുള്ള ദൈവമക്കളെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുവാനാകട്ടെ. സഭയുടെ വളർച്ചയ്ക്കായി നമുക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന സന്തോഷമുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ അത്യുത്സാഹിയായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ വിനോദ് പാസ്റ്റർക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സെക്ഷൻ കമ്മിറ്റിക്കായിട്ടും എന്നോട് കൂടെ കർത്താവിൻ്റെ വേലയിൽ ഈ അടിമാലി ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ
ദാസന്മാരെയും കുടുംബത്തെ എല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അമ്മേ, ഞാൻ ഇന്നലെ കുറേ വീഡിയോ വിസിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ബൈക്കുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, നാളെ മാസയോഗത്തിന് പോയിട്ടാണല്ലോ എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനം എനിക്ക് പെട്ടെന്ന് തന്നു. ഇങ്ങനെയാണ്: ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവൻ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. അമ്മേ, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളാകും. എന്നിട്ട് പ്രധാന മെസ്സേജ് ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്: ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ മരമുള്ളതുകൊണ്ട്. ആമേൻ, സ്തോത്രം. ഈ മരങ്ങളെ കൊണ്ടെല്ലാം നമ്മൾ അന്യോന്യം കർത്താവിൻ്റെ വേല വർദ്ധിച്ചു വരുവാൻ ഇടയാകുകയെന്ന് ദൈവത്തിൻ്റെ വചനം പറയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ റോയ്സൺ ജോണി പാസ്റ്ററിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം നാം കേൾക്കാൻ പോകുന്നുവല്ലോ. നമ്മുടെ ഈ ഹൈറേഞ്ചിൻ്റെ തന്നെ ആദ്യത്തെ സഭയാകുന്ന അണക്കര സഭയിൽ നിന്നാണ് നമ്മൾ അടിമാലി സെക്ഷനും ഉടലെടുക്കാൻ കൊണ്ട് കാരണമായി തീർന്നത്. ആ കർത്താവിൻ്റെ ദാസൻ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസന് റോയ്സൺ ജോണി. കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ഞാൻ ഈ മുട്ടുകാട് സഭയെ ഓർക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ ഞാൻ ആയിരിക്കുന്ന സഭയിൽ നിന്ന് ചില ദൈവമക്കൾ ഇന്ന് യോഗത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിൽ വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോകുന്നു. സ്തോത്രം. ഈ ആരംഭകാലത്തിൽ തന്നെ ഇവിടുത്തെ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഒരു സംഘടനയോട് ചേരാൻ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ അസംബ്ലി സഭയോട് സഭയോട് ചേർന്ന് വരിക കർത്താവിൻ്റെ ദാസൻ കാരണമായി അതിന് ഞാനാണ് ഒരു ഉത്തേജനം കൊടുക്കാൻ ഇടയായി തീർന്നത്. ഇത്രയും മനോഹരമായ ഒരു ഹോള് പണിയാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ. ആമേൻ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കും ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ശക്തം എന്ന് ഓർക്കുകയാണ്. ചിലപ്പോൾ വിനോദ പാസ്റ്റർ പറയും, എഡ്വിൻ പാസ്റ്റർ ഭയങ്കര കാശുകാരനാന്ന് പറയും. കിട്ടുന്ന കാശെല്ലാം എല്ലാവരും കൊടുത്തിട്ട് ചിലപ്പോൾ ഒരു പാല് വാങ്ങിക്കാൻ പോലും കാശ് കാണത്തില്ല. അമ്മേ, പിന്നെ അത് ആ സമയമാകുമ്പോൾ പാല് വാങ്ങിക്കാനുള്ള കാശ് കിട്ടുകയും ചെയ്യും. ഈ കുറെ നാൾ മുമ്പ് എൻ്റെ ബൈക്കും എൻ്റെ കാറും നോക്കിയാൽ ഈ പാസ്റ്റർ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്നൊക്കെ ചോദിച്ച ആളുകൾ നാണം തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം ദൈവം ചെയ്തതാണോ എന്തായാലും ദൈവത്തിന്റെ പദ്ധതി, സാത്താൻ നമ്മെ തള്ളിയെന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കുമല്ലോ. എൻ്റെ മോളെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞുമൊക്കെയായിട്ട്. കോതമംഗലം ചെല്ലുന്നതിന് 1 കിലോമീറ്റർ പുറകിൽ അയ്യക്കാവ് സ്കൂളിനടുത്ത് വെച്ച് ഞാൻ ഓടിച്ചോട് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു മുസ്ലിം സഹോദരൻ എന്നെക്കാളും വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. അതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു പെൺകൊച്ച് റോങ്ങായിട്ട് വന്ന് കയറി. ആ കൊച്ച് ഇദ്ദേഹം ഇടിച്ച് മരിച്ചു പോയതിനെ, പക്ഷേ അദ്ദേഹം സഡൻ ബ്രേക്ക് ഇട്ടത് കാരണം ആ കൊച്ചിനും കൊച്ചിന്ന് വിറയ്ക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദരൻ എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. ഞാൻ വളരെ ചവിട്ടി ഇറങ്ങിപ്പോയി വണ്ടിയെ പിടിച്ചു. പിടിച്ചെങ്കിലും നല്ല പൈസ അതിനായി. എന്നാൽ ആ പൈസ എല്ലാം ലഭിക്കാനും അത് ഭംഗിയായിട്ട് പണിതെടുക്കാനും അമ്മ പൊണ്ണു പിടിച്ചിരുന്ന ബൈക്ക് പോലും പുതിയതാകാറുണ്ട്. അപ്പൊ ചോദിച്ചു, പാസ്റ്റിയായിട്ട് ഭയങ്കര കാശാണ്, പുതിയ വണ്ടി മേടിച്ചു എന്നാ തോന്നുന്നു. പഴയ വണ്ടി ഇങ്ങനെയല്ല ഇരുന്നത്. അതിന്റെ ഗ്ലാസ് എല്ലാം ഒരു വൃത്തികേടായിട്ടിരുന്നു, എല്ലാം വൃത്തികേടായിട്ടിരുന്നു, എല്ലാം ഭംഗിയാക്കി തീർക്കാണ്ട്. അപ്പം ഒരു ഇടി കിട്ടിയാൽ ചിലപ്പോൾ നന്നാകും. ചില ശോധനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്നാകാൻ വേണ്ടിയാണ്, അല്ലാതെ ദോഷമാകാനല്ല, നന്നാകാൻ തക്കോണമാണ്. നമ്മളെല്ലാവരും ദൈവത്തിന് വളരെ പ്രസാദമുള്ളവരായി കാണണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നല്ലോ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ദൈവത്തിൽ നിന്നുള്ള ഒരു നിയോഗം കാരണം ഒരു നേരം ഭക്ഷണം പിടിഞ്ഞ് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ സെക്ഷന് വേണ്ടി മാത്രമല്ല, അസംബ്ലീസ് കൂടെ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവൻ ഒരു ഉണർവ് സംഭവിക്കുന്ന എന്ന് പറഞ്ഞ് ഇന്ന് അതിൻ്റെ 49ാം ദിവസമാണ്. ഒരു 100 ദിവസം അതിന് എടുത്തു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ വലിയ ആളെന്ന് പറയാറില്ല. നമ്മൾ ആ പ്രാർത്ഥനയുടെ
ഒരു ഭാഗത്ത് ചേർന്നിരിക്കുന്നു. അതുപോലെ മറ്റുള്ളവരെയും കൂടെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക, രാവിലെ ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ എൻ്റെ വൈഫ് പറയാണ്, രാവിലെ കാപ്പി ഉണ്ടാക്കണ്ടല്ലോ, എളുപ്പമായല്ലോ. ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ. സ്വന്തം പ്രൈസ് പുള്ളിക്കാരി അതുപോലെ ശക്തമായിട്ട് ഉപവസിക്കുന്ന ആളാണ്. ഒരു റോസമ്മയുണ്ട്, ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വരുത്താൻ സർവശക്തനായ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നോളാം. സ്തോത്രം. നമ്മുടെ ഈ ഇവിടുത്തെ ഇവിടുത്തെ ഈ മാസം വയ്ക്കുന്നതിനും ഇവിടെ ഒരു സഭ ഉണ്ടാകുന്നതിനും ഒക്കെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ എങ്ങോട്ട് ഓടിയാലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ഫ്രണ്ടിലെ പാസ്റ്റർ ഇരുന്നുകൊണ്ട് ഈ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. ഈ പള്ളി, ഈ ഇവിടെയുള്ള പള്ളിയുടെ കഥകളൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ഈ വീഡിയോ എടുക്കുന്നത് സ്വർഗത്തിൽ പോകത്തില്ല. ഈ ബോക്സ് സ്വർഗത്തിൽ പോകത്തില്ല. ഫ്രണ്ട് കട്ടള സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾ ഇരിക്കുന്ന കസേരയും സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങളുടെ ശരീരവും സ്വർഗത്തിൽ പോകത്തില്ല. നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോകും. സ്വതന്ത്രം ചെയ്ത അപ്പൊ ആത്മാക്കൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞാൻ വിദേശത്ത് പോയപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഐസ്ബർഗ് ആയിരിക്കണം. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, ഐസ്ബർഗ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ഈ പബ്ലിസിറ്റിയുടെ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്ത് ദൈവം നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങൾ ആരും പെട്ടതില്ല. ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാം. അതുകൊണ്ട് നമ്മളിതൊന്നും പരസ്യപ്പെടുത്തരുതെന്നുള്ള കാര്യം, ഇതിനകത്തുള്ള എസൻസ് വെളിയിൽ വരും. സ്തോത്രം. പ്രീശലോ. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കപ്പളത്തിന്റെ ആ തടി കൊണ്ടുവന്ന് നമ്മൾ ആരും കട്ടള ഉണ്ടാക്കത്തില്ല. നല്ല ഒന്നാം തരം തേക്കും അതുപോലെ ഒന്നാം തരം ഈട്ടിത്തടിയും കൊണ്ടാണ് സ്വർഗം. നമ്മൾ ദൈവത്തിന് നല്ല കാവലായിരിക്കണം. കർത്താവിന്റെ ദാസന്മാര് നമ്മളെല്ലാവരും കർത്താവിന്റെ ദാസന്മാര് മാത്രം ചിന്തിക്കരുത്. നമ്മളെല്ലാവരും കർത്താവിന്റെ വേലക്കാരാണ്. വിശ്വസിക്കുന്നവർ സ്വതന്ത്രം ചെയ്യാം. ഞാൻ പറയുന്ന ദൂത് ഒരു വലിയ ഉണർവിലേക്ക് നയിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ശക്തിയിക്കട്ടെ. ആമേൻ. ആമേൻ. നമ്മുടെ എട്ടിവാസനീയ സഭയെയും ശുശ്രൂഷകളെ വഹിച്ച കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നമ്മുടെ സഭയുടെ നമ്മുടെ മലയാളം ഡിസ്ട്രിക്ട് ശുശ്രൂഷനായിരിക്കുന്ന സന്തോഷ് പാസ് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം ഈ മാസയോഗത്തിൽ പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കും ഒരു അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന വിശേഷാൽ ഈ സെക്ഷനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വിനോദ് പാസ്റ്റർക്കായി സ്തോത്രം. കടയ്ക്കൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അശോകൻ പാസ്റ്റർ മുഖാന്തരമാണ് ഈ വിനോദ് പാസ്റ്ററിനെ പരിചയപ്പെടുവാൻ ഇടയായത്. അന്ന് 1-2 മീറ്റിങ്ങുകൾക്ക് വരുവാനിടയായി. അതിനുശേഷം കുറേ നാളുകളായി യാതൊരു ബന്ധവുമില്ലാതിരുന്നു. എന്നാൽ ഈ അടുത്ത ഇടയ്ക്ക് പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പേര് മനസ്സിൽ വന്നു. അങ്ങനെ ഒന്ന് ഫോൺ കോൾ ചെയ്യുവാനിടയായി. അങ്ങനെയാണ് വീണ്ടും ഈ സെക്ഷനിലേക്ക് ഒന്ന് കടന്നു വരുവാൻ ഇടയായത്. ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ശേഷം ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന റോയ്സൺ ജോൺ പാസ്റ്റർക്കായി സ്തോത്രം. ഞങ്ങളുടെ ഒരു സെക്ഷനിലെ പാസ്റ്ററാണ്. പല കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും ഇന്ന് ഒരിക്കൽ കൂടി കാണുവാൻ ദൈവം അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ ഒരു വീട്ടിലെ ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടതിൽ വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം, ഇവിടെ ആദ്യം സാക്ഷ്യം പറഞ്ഞ പ്രിയ മനോജ് പാസ്റ്റർ ഏറം സഭയുടെ വിശ്വാസിയാണ്. ഈ സെക്ഷനിൽ ഒരു വർക്ക് ചെയ്യുന്നതോടുള്ള ബന്ധത്തിൽ വിനോദ് പാസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചു. അനേക നാളുകൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഇടയായി. അതിൻ്റെ ഫലമായി ഇന്ന് ഈ മാസയോഗത്തിന് കടന്നു വരണമെന്ന് പറയുവാനിടയായി.
അങ്ങനെയാണ് ഇന്ന് ഞങ്ങളിവിടെ കടന്നു വരുവാൻ ഇടയായത്. പ്രിയമുള്ളവരെ, എനിക്ക് വളരെ സന്തോഷമുള്ളത്, സ്തോത്രം, എൻ്റെ സഭയിലെ ഒരു സഹോദരൻ ഈ സെക്ഷനിലേക്ക് ഒരു വർക്കിനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ എനിക്ക് ചെന്നെത്താൻ കഴിയാത്ത സ്ഥലത്ത് ആ സഹോദരന് പോകുവാൻ ദൈവം ഒരു അവസരം കൊടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം നമ്മളെ വിളിച്ചതെന്തിനാണ്? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്. ഒരു വ്യക്തിയെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നേടാൻ വേണ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കുവാൻ ഇടയാകണം, പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. ഞാനൊരു മാസയോഗത്തിന് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചതാണ് ഞാൻ ഇന്ന് വിശ്വാസത്തിൽ വരുവാൻ ഇടയായത്. അപ്പൊ നമ്മളും പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ മറ്റുള്ളവരെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരും. അത് നിമിത്തം ദേശത്ത് സഭ വളരുവാൻ ഇടയാകും. ദൈവത്തിന്റെ കൃപയാൽ ഏറമെന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ 2010 ഞങ്ങളവിടെ പ്രവർത്തനം തുടങ്ങി. അവിടെ അല്പം സ്ഥലം വാങ്ങിക്കുവാനിടയായി. അതോടൊപ്പം ചെറിയൊരു ബിൽഡിംഗ് പണിയുവാനിടയായി. ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഇന്ന് സന്തോഷമായി ഒരു ചെറിയ കൂട്ടം അവിടെ ഉണ്ട്. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ കുടുംബവും മനോജ് പാസ്റ്ററും തൻ്റെ കുടുംബവും കടന്നു വരുവാനിടയായി. ഞങ്ങൾ ഇന്ന് തന്നെ കടന്നു പോകും. നാളെ ഞങ്ങൾക്ക് അവിടെ ആരാധനയുണ്ട്. ഏറത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ ഒരു ഭാരം എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ പറയുന്നത്, നമ്മളെല്ലാം സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? സർവശക്തനായ ദൈവം, അല്ലേ? നമ്മുടെ ദൈവം രാജാതി രാജാവായ ദൈവമാണ്. രാജാക്കന്മാരുടെ രാജാവാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്താണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ ഭാരം വേറെ ഒന്നുമല്ല. ഞാൻ ഇരുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ അഥവാ മഴ പെയ്ത ഞാൻ അവിടെ ഇരുന്ന് നനയും. പ്രിയമുള്ളവരെ, നമ്മൾ കിടക്കുന്ന സ്ഥലം എങ്ങനത്തെ സ്ഥലവും ജോണി പാസ്റ്റർ ഇതൊന്ന് കണ്ട് ഒന്ന് കഴിഞ്ഞാൽ ഈ സഭയ്ക്കൊരു ഉപകാരമായിരിക്കും. നമ്മൾ കിടക്കുന്ന സ്ഥലം നല്ല ബന്ധോസോട്ടുള്ള സ്ഥലത്താണ് കിടക്കുന്നത്. പക്ഷെ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം അതൊന്നും കൂടെ ഒന്ന് ഭംഗിയാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു ഭാരം സ്വർഗത്തിലെ ദൈവം തരട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്നതിനോർത്ത് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയ പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാനിങ്ങനെ ഈ ചുമതലയൊക്കെ ഏറ്റെടുത്തപ്പോൾ എനിക്ക് തോന്നി വലിയ കാര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ പേടിപ്പിച്ചിരുന്നു കർത്താവ്. അതുകൊണ്ട് എനിക്ക് ജൂൺ മാസം 30-ാം തീയതി വരെ ഞാൻ ഭയപ്പെട്ടും പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എത്രയും വേഗം എനിക്ക് സ്ഥാനത്ത് ഓടിയണം. വേറൊന്നും കൊണ്ട് പറയാനൊക്കെ എളുപ്പമാണ്. ഈശാജ എടുത്തിട്ട് വമ്പന്മാരായ പ്രസ്പിറ്റർമാർ എന്നിവിടെ, വമ്പന്മാരായ മേഖലാ ഡയറക്ടർമാർ എന്നിവിടെ പഠിച്ചാൽ പോസ്റ്റിനെ ഉദ്ദേശിക്കുന്നതല്ല. എല്ലാ കർത്താവ് പ്രാർത്ഥനയെ പേടിപ്പിച്ചു. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഹോളിന് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ ഈ ദേശത്ത് വ്യാപരിക്കുന്ന പിശാച് വെറുതെ ഇരിക്കും. പാസ്റ്ററിനുള്ള പോരാട്ടമൊന്നും ചെറുതൊന്നും കാര്യമല്ല. ഒത്തിരി പാസ്റ്റർമാർ നമ്മൾ സഹായിക്കാനൊക്കെ നിങ്ങളവർക്ക് അല്ലെങ്കിൽ ആമനാണ്. പാപ്പാടെ പുറകെ വ്യാപരിക്കുന്ന പിശാച് എന്നെ എൻ്റെ തലമുറകളെ ഇങ്ങനെ പിടിക്കും. ഇതൊരു പൊസിഷനല്ല, ഇത് ഭയങ്കര പോരാട്ടമുള്ള സാധനം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഉടലോടെ അടി കിട്ടും. നമുക്ക് ഉള്ളത് വളരെ വേദി പ്രാർത്ഥിച്ച് ഒറ്റ കാര്യമുള്ളൂ. 2-3 വർക്ക് എടുത്ത് സ്വോത്രം ചെയ്ത് ആമയെ പറഞ്ഞ് ചർച്ചിനകത്ത് ഓടിക്കേറിയിരുന്ന അല്ലെങ്കിൽ പറഞ്ഞ് പോകാൻ വേണ്ടി ഞാനിങ്ങനെ ബന്ധപ്പെടുക. ഞാനിപ്പോൾ അത് ഗൗരവപ്പെടും. നമ്മൾ അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞ കാര്യം കിട്ടില്ല. നമ്മളെല്ലാവരും കൂടെ കൂടിയപ്പോൾ ഈ ഷീറ്റൊക്കെ തീരാവുന്നില്ല. ഒരു ഷീറ്റിന് 1600 രൂപ പാസ്റ്റർ ഷീറ്റ്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ
വഴിയിൽ പതിയിരിക്കുന്ന അനുഭവങ്ങൾ കർത്താവേ, അത് വീണ്ടും ഞങ്ങളെ ഒരിക്കൽ കൂടെ ഓർപ്പിച്ച് ബലപ്പെടുത്തി ഞങ്ങളെ പറഞ്ഞയക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദാസിനെ ദൈവം ഞങ്ങളുടെ നടുവിൽ ഉപയോഗിച്ചൊരു സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ ദാസൻ തോമസ് പാസ്റ്റർ മുൻപോട്ട് വന്നാൽ നമ്മളോട് ദൈവത്തിന് പറയും. ദാസനെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും കർത്താവ് ഞാൻ വന്ദനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു മാസയോഗം കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ഉപയോഗിച്ചുള്ള കർത്താവ് ഈ സഭ മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടുവാൻ ധാരാളം ആത്മാക്കളെന്ന് പറയാൻ കർത്താവ് പിന്നെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിരിക്കുന്ന ജനത്തിനായി സ്തോത്രം. ഇന്ന് കൂടിയ എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും അവരുടെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജനത്തിനായി സ്തോത്രം. കടന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. കർത്താവെ, ആത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ കാണുവാൻ, ആത്മാവിൻ്റെ വരങ്ങൾ കർത്താവെ ജ്വലിക്കുവാൻ, കൂട്ടമായ ആത്മാക്കൾ കർത്താവെ ഞങ്ങളുടെ സഭകളിൽ രക്ഷിക്കപ്പെട്ട് നിത്യജീവനായി ഒരുക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവെ ഇതൊരു ദൈവ പ്രവൃത്തി ഞങ്ങളുടെ മേൽ അയച്ചതിനാൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം കർത്താവായ യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് പ്രാർത്ഥന സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്രയാകുക കർത്താവെ, അപ്പോഴൊന്നും അനുഭവങ്ങളൊന്നും നേരിടാതെ വേണ്ട കർത്താവെ, ഭദ്രമായിട്ട് ഭവനങ്ങളിൽ എത്തിച്ചേരുവാനുള്ളവരെയും കർത്താവ് സഹായിക്കണം. നാളത്തെ സഭായോഗത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമായി ദൈവജന ശുശ്രൂഷകൾ മാറുവാൻ, അനേകം വിടുവിക്കപ്പെടുവാൻ, നന്മകൾ പ്രാപിക്കാൻ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുവാൻ, അത്ഭുതങ്ങൾ നടക്കുവാൻ കർത്താവേ സ്തോത്രം. ഈ ഇടുക്കി ജില്ല അനുഗ്രഹിക്കപ്പെടുവാൻ, ധാരാളം ജനം വിടുവിക്കപ്പെടാൻ കർത്താവ് സഹായിക്കും. ലോകവ്യാപകമായി ഒരു ഉണർവ് സംഭവിക്കുന്നതിന് വേണ്ടി എല്ലാം വിറ്റുമായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എല്ലാവരും പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടുകൂടി എന്നും എല്ലാവരും യേശു കർത്താവ് മുഖാന്തരം ചെയ്യാൻ നൽകിയ ദൈവത്തിന് മഹത്വം കൊടുക്കാം.